പറയാവോ ഹല്ലേലൂയ? സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണ് എന്നൊന്ന് പറഞ്ഞേ. അത് സന്തോഷത്തോടെന്ന് പറഞ്ഞേ. സന്തോഷമാണോ? ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പലരും വന്നത്. നിങ്ങളെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കർത്താവിൻ്റെ മുമ്പിൽ 3 ദിവസം പ്രാർത്ഥനാപൂർവം ആയിരിക്കാൻ, ദൈവത്തെ തേടാൻ ഒരാഗ്രഹം ദൈവം തന്നതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കർത്താവാണ് നമ്മളെ പ്രചോദിപ്പിച്ചത്. എല്ലാ ആത്മീയ കാര്യങ്ങളും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് കൃപ തന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുന്നത്. എനിക്ക് ഈ 16-ാം തീയതി വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ശബ്ദം മുഴുവൻ നഷ്ടപ്പെട്ടു. അത് ആദ്യമായിട്ടാണ് അങ്ങനെ 100% പോണത്. ഹല്ലേലൂയ! 100%. മറ്റേതൊരു 95, 98 പോയി, 2% ഇരിക്കുമായിരുന്നു. ഇത്തവണ സമ്പൂർണ്ണമായി ശബ്ദം നഷ്ടപ്പെട്ടു. അങ്ങനെ മൂവാറ്റുപുഴ കൺവെൻഷൻ നടക്കുകയായിരുന്നു. കൺവെൻഷൻ്റെ ആരാധനയ്ക്ക് എനിക്ക് ആരാധന നടത്താൻ പറ്റിയില്ല. ശബ്ദം കംപ്ലീറ്റായിട്ട് പോയി. ഞാൻ പറയാൻ ശ്രമിച്ചിട്ട് ഒന്നും പുറത്തു വരുന്നില്ല, കാറ്റ് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് വന്നു. 16, 17, 18, 19 കൊട്ടാരക്കര കൺവെൻഷനായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ആകുലപ്പെട്ടുവെങ്കിലും കർത്താവ് സമയത്ത് സഹായിച്ചു. 17 വൈകുന്നേരം ആയപ്പോഴേക്കും കുറച്ച് സംസാരിക്കാനായി, ചെറുതായിട്ട്. അപ്പോൾ അങ്ങനെ പതുക്കെ സംസാരിച്ച് പകൽ മുഴുവൻ മിണ്ടാതിരുന്നിട്ട് വൈകുന്നേരം മാത്രം, ആ കൺവെൻഷൻ്റെ സമയത്ത് മാത്രം സംസാരിച്ച് അങ്ങനെ 3 ദിവസം കടന്നുപോയി. 19-ാം തീയതി രാത്രി ഇങ്ങോട്ട് കയറി, ഇന്നലെ എത്തി. അപ്പോൾ ശബ്ദത്തിന് ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉച്ചത്തിലുള്ള എല്ലാ സംസാരവും ഒഴിവാക്കുകയാണ്. ഇപ്പം എനിക്ക് ബൈബിൾ റെക്കോർഡിംഗ് കൂടെ ചെയ്യേണ്ടതുകൊണ്ട് ഇപ്പം ഒരു 7 ദിവസമായിട്ട് അത് മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ശബ്ദം പഴയ അവസ്ഥയിൽ കിട്ടിയാലേ റെക്കോർഡിങ് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ! അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ അതനുസരിച്ച് സഹകരിക്കണം. ഇയാൾക്കൊരു ജീവനില്ലല്ലോ എന്ന് വിചാരിക്കരുത്, ശബ്ദമില്ലാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ! അപ്പം ഞാൻ വളരെ സാവധാനത്തിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു സജീവമായ ശ്രദ്ധ തരണമെന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും ആമുഖം പറഞ്ഞത്. അപ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നോട്ട്ബുക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ! കാരണം എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കാം എന്നാണ് വിചാരിച്ചത്. ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ എന്നതിനപ്പുറത്ത് സോളിഡായിട്ട് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു തരാമെന്നാണ് ഓർത്തത്. അപ്പോൾ അതിന് നിങ്ങൾ പഠിക്കാൻ താല്പര്യത്തോടെ വരണം. അപ്പോൾ യു നീഡ് യുവർ ബൈബിൾ ആസ് വെൽ ആസ് യുവർ നോട്ട് ബുക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ എഴുതാൻ പറയും. അപ്പോൾ അങ്ങനെ എഴുതണം. അങ്ങനെ എഴുതണമെങ്കിൽ ബുക്കും പേനയും വേണം. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ വരുമ്പോൾ കൊണ്ടുവരിക. നമുക്ക് വചനം പഠിക്കുമ്പോൾ ഒരുപാട് കൃപകൾ കിട്ടും. വേറെ ഒരു വഴിക്കും കിട്ടാത്ത കൃപകൾ ദൈവവചനം പഠിക്കുമ്പോൾ കിട്ടും. ഞാൻ കൊട്ടാരക്കരയിൽ കൺവെൻഷന് വേണ്ടി ചെന്ന് ഇറങ്ങുമ്പോൾ 17-ാം തീയതി ഞാൻ എനിക്ക് നല്ല ഒരു സങ്കടമായിരുന്നു. ദൈവമേ, കൺവെൻഷൻ എന്ന് പറഞ്ഞ് എല്ലാം വരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമയമാകുമ്പോൾ പറയാൻ സ്വരമില്ലല്ലോ എന്നോർത്ത് എനിക്ക് ദുഃഖമായിരുന്നു. അപ്പം ഞാൻ ആ ദുഃഖത്തോടു കൂടിയാണ് ചെന്നിറങ്ങിയത്. ഇറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ജീവിച്ചിരിക്കുന്നത് അച്ഛൻ വചനം പ്രസംഗിക്കുന്നതുകൊണ്ടാണ് എന്നവൻ. ഞാൻ ഇറങ്ങിയ ഉടനെ എന്നോടതാ, കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നതാ പറയുന്നത്. എൻ്റെ മനസ്സിങ്ങനെ മടുത്തിരിക്കുകയാണ്, ഞാൻ ഇത്തിരി വിഷമിച്ചിരിക്കുകയാണ്, ശബ്ദമൊന്നും ഇല്ലല്ലോ എന്നോർത്ത്. അപ്പോൾ എന്നോട് പറയുകയാണ്, അച്ഛൻ ഞാൻ ജീവിച്ചിരിക്കുന്നത് അച്ഛൻ വചനം പ്രഘോഷിക്കുന്നുണ്ട്, അതുകൊണ്ട് അച്ഛൻ വചനം പ്രഘോഷിക്കുന്ന നിർത്തല്ലേ, അച്ഛൻ എന്നും വചനം പറയണേ എന്ന് ആദ്യം ആ ചെറുപ്പക്കാരൻ, കൊച്ചു പയ്യനാണ്. പിന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞത് എനിക്ക് വചനം കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ്. പിന്നെ അത് കൂടാതെ ഞാൻ മത്തായിയുടെ സുവിശേഷം അച്ഛൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഈശോ ജീവിത വിശുദ്ധി തന്ന് സഹായിച്ചു. ഇതാണ് അദ്ദേഹം പറഞ്ഞത്, ജീവിത വിശുദ്ധി. ചെറുപ്പക്കാരനാണ്, പറയുകയാണ്, എനിക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്.
എനിക്ക് വിശുദ്ധി ബൈബിൾ പഠനത്തിലൂടെ ഈശോ തന്ന് സഹായിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അത് എനിക്ക് വളരെ ഒരു ഉത്തേജനം തന്നു. കർത്താവ് ഇങ്ങനെ ആളുകളെ അതുകൊണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കത് വളരെ ഒരു ഉത്തേജനം തന്നു. എൻ്റെ മരവിപ്പങ്ങ് മാറി. അതായത് ദൈവമേ, വചനം പഠിക്കാൻ ഈ ചെറുപ്പക്കാരന് താല്പര്യം കാണിച്ചല്ലോ, ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ അവന് വിശുദ്ധി കിട്ടിയല്ലോ എന്നോർത്തപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പറയുന്നത്, വേറെ ഒരു വഴിക്കും കിട്ടാത്ത ദൈവകൃപകൾ വചന പഠനത്തിലൂടെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ വരാതിരിക്കാമായിരുന്നു, വേണമെങ്കിൽ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാം. ഇതിൻ്റെ പേര് നിങ്ങളുടെ തലയൊന്നും പോകാൻ പോകണമെന്നില്ല. ഇതിന് വരാത്തതിൻ്റെ പേര് നിങ്ങൾക്ക് ക്യാൻസർ ഒന്നും വരാൻ പോകണില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് വരാതിരിക്കാമായിരുന്നു. അത്യാവശ്യത്തിനൊക്കെ നിങ്ങൾക്ക് വരുമാനമൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, എൻ്റെ അറിവ്. ജീവിക്കാനൊക്കെയുള്ള പാങ്ങൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. ഇനിയിപ്പോൾ അങ്ങ് ദാരിദ്ര്യം പിടിച്ച് കിടക്കുകയൊന്നുമല്ല, ഗതികേടൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വരാതിരിക്കാമായിരുന്നു. എന്നാൽ നിങ്ങൾ വന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി ദൈവത്തോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. അത് കൂടാതെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഞാനും വരുന്നത് നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഗുണമുണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഓർത്തു കുറച്ച് കാര്യങ്ങൾ, കുറച്ച് പ്രബോധനം തരാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തന്നെ അതൊരു സാഹസമാണ്. ഈ പറഞ്ഞ പോലെ അതിന് പറ്റിയൊരു ഗ്രൂപ്പെല്ലാം തോന്നിയാൽ പിന്നെ ഞാൻ സഖ്യബൂസ് മരത്തിൽ നിന്ന് ഇറങ്ങിയതിനകത്തോട്ട് തിരിച്ചു വരും. നമുക്ക് അറിയത്തില്ലല്ലോ, ഇപ്പോൾ ഒരു ആവേശത്തിന് ഞാൻ ചാടുകയാണ്. ഇനി അതിന് ഒക്കത്തില്ലാത്തൊരു ഗ്രൂപ്പാണെന്ന് എനിക്ക് തോന്നിയാൽ നമ്മൾ വീണ്ടും ഈ മറ്റേ വഞ്ചി കരയിൽ നിന്ന് അല്പം ദൂരെ മാറ്റിയിട്ട് പത്രോസിന് മീൻ കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിരിയുകയും ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കട്ടെ, എൻ്റെ ഒരു സംഭവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാമല്ലോ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാൻ, അപ്പോൾ നമുക്ക് ഈ എവിടുന്നെങ്കിലും തുടങ്ങണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാൻ പോവാണ്. ഓക്കെ, മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. ബൈബിൾ ഉള്ളവർ തുറക്കുക, ഇല്ലാത്തവർ നാളെ ബൈബിൾ കൊണ്ടുവരുമെന്ന തീരുമാനത്തോടെ വായിക്കുന്നത് കേൾക്കുക. വായിക്കാം. മത്തായി സ്ക്രീനിൽ ചിലപ്പോൾ വരുമായിരിക്കും. വരുമോ? സ്ക്രീനിൽ വരും. മർക്കോസ് 1:1 വായിക്കാം. ഞരങ്ങരുത്, ഉറക്കം വായിക്കണം. വായിച്ചേ. ദൈവപുത്രന, നല്ല നല്ല ബ്ലോക്ക് ലെറ്റേഴ്സിൽ അത് തെളിഞ്ഞിട്ടുണ്ട്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. എന്ത് മനോഹരമാണ്. ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഒന്നാമത്തെ കാര്യം സുവിശേഷം. എഴുതിക്കോ, സുവിശേഷം, ഗോസ്പൽ. എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷം? അപ്പോൾ അത് ഒരു വചനത്തെ വേറൊരു വചനം കൊണ്ടാണ് അതിൻ്റെ ഉള്ളു പൊളിക്കേണ്ടത്. എപ്പോഴും നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഒരു വചനത്തിൽ എന്താണ്, ഇപ്പം സുവിശേഷം എന്താണ്, സുവിശേഷം എന്താണെന്ന് എനിക്കെൻ്റെ അറിവിൽ നിന്ന് വേണേൽ കുറേ കാര്യങ്ങൾ പറയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ഈ ബൈബിളിനെ ബൈബിൾ കൊണ്ട് വ്യാഖ്യാനിക്കണം. എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെപ്പറ്റി ബൈബിളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. മനസ്സിലായോ? അതായത് വൺ സ്ക്രിപ്ചർ ഹാസ് ടു ബി ഇൻ്റർപ്രറ്റഡ് വിത്ത് അനദർ സ്ക്രിപ്ചർ. അങ്ങനെയാണ്. അപ്പോൾ ഒരു ബൈബിൾ വേഴ്സ് ഹാസ് ടു ബി ഇൻ്റർപ്രറ്റഡ് വിത്ത് അനദർ ബൈബിൾ വേഴ്സ്. അപ്പോൾ സുവിശേഷം. അപ്പോൾ ഞാൻ വേറൊരു വചനം കൊണ്ട് ഇതിനെ ഒന്ന് പൊളിക്കാൻ പോവാണ്. അത് നമുക്ക് റോമാലേഖനത്തിൻ്റെ 1-ാമത്തെ അധ്യായം എടുക്കാം. റോമാലേഖനം 1-ാം അധ്യായം. റോമാലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ അദ്ദേഹം അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഈ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്ലൂ അതിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് 1-ാം അധ്യായം 1 മുതൽ വായിക്കുക. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ് എഴുതുന്നത്. ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ
സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ സുവിശേഷം എന്താണെന്നുള്ളതിന് ഒരു ചെറിയ വെളിച്ചം ഈ വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. പറയാവോ എന്താ അത്? ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. ഗോസ്പൽ ഈസ് സംതിങ് റിലേറ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. ഇത് യേശു ക്രിസ്തു എന്ന വ്യക്തിയെ സംബന്ധിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ പേഴ്സൺ. സുവിശേഷം എന്ന് പറയുന്നത്, ലിസൺ ടു മീ, സുവിശേഷം എന്ന് പറയുന്നത് ഇസ് നോട്ട് ഗോസ്പൽ വാല്യൂസ്. ഒരുപാട് ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ ഒരു കൂട്ടം ആളുകളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്തെടുക്കുന്നു, വടക്കേ ഇന്ത്യയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവരെന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ സുവിശേഷ വേലയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് സുവിശേഷ വേലയാണ് നടത്തുന്നത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ സ്കൂൾ നടത്തുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്കൂളിൽ നിങ്ങൾ എന്ത് സുവിശേഷ വേലയാണ് ചെയ്യുന്നത്? അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ ഈ കുട്ടികളെ നല്ല മോറൽ വാല്യൂസ്, ഈശോയുടെ വാല്യൂസൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഫർഗീവ് മീ, അത് സുവിശേഷ വേലയല്ല. പ്രീച്ചിങ് മോറൽ വാല്യൂ ഈസ് നോട്ട് ഇവാഞ്ചലൈസേഷൻ. സുവിശേഷത്തിൻ്റെ വാല്യൂസ് പ്രീച്ച് ചെയ്യുന്നതല്ല, മറിച്ച് ഗോസ്പൽ ഈസ് റിലേറ്റഡ് ടു ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ യേശുവിനെ പ്രസംഗിക്കുന്നതാണ് സുവിശേഷം. ക്ലാരിറ്റി വന്നോ? യേശുവിൻ്റെ മൂല്യങ്ങൾ പ്രഘോഷിക്കുന്നതല്ല സുവിശേഷം, യേശുവിനെ പ്രഘോഷിക്കുന്നതാണ്. യേശു ആരാണ്? യേശു എന്ത് ചെയ്തു? യേശുവിലൂടെ നമുക്ക്, ഞാനിങ്ങനെ അനങ്ങുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ ഞാൻ നിൽക്കണോ ഇങ്ങനെ? പോസ്റ്റ് ആവണോ? ഇല്ല, മൂവ് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോൾ യേശുവിനെ അനങ്ങിയാൽ എനിക്ക് രണ്ട് ഗുണമുണ്ടേ. ഒന്ന്, എൻ്റെ കാലുവേദന ഞാൻ അറിയില്ല. രണ്ട്, എനിക്കിങ്ങനെ എല്ലാവരെയും കാണുകയും ചെയ്യാം. രണ്ട് കാര്യം. അപ്പോൾ അതാണ് ഇങ്ങനെ ഈ ഡാൻസ് കളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷത്തിൻ്റെ വാല്യൂസ് പ്രീച്ച് ചെയ്യുന്നതല്ല, യേശുവിനെ പ്രഘോഷിക്കുന്നതാണ്. അത്രയും കിട്ടിയോ? അപ്പോൾ സുവിശേഷം എന്താണെന്ന് മനസ്സിലായി. സുവിശേഷം യേശുവിനെ പ്രഘോഷിക്കുന്നതാണ്. ഇനി മർക്കോസ് 1:1 തിരിച്ചു വരിക. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ഇനി ഈ ഗോസ്പൽ എന്ന് പറയുന്ന ഈ വാക്കിന് മർക്കോസ് ഇത് എഴുതുന്നത് ഏത് ഭാഷയിലാണ്? ഗ്രീക്ക് ഭാഷയിലാണ്. അപ്പോൾ ഈ ഗ്രീക്ക് ഭാഷയിൽ ഈ വാക്കിന് ഗോസ്പൽ എന്ന് പറയുന്ന, ഏവങ്കേലിയോൻ എന്ന് പറയുന്ന വാക്കാണ്. ആ വാക്കൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഈ വാക്കിന് അന്നത്തെ കാലത്ത് റോമാക്കാരുടെ ഇടയിൽ, റോമാക്കാരാണ് അന്ന് യഹൂദരെ ഭരിക്കുന്നത്, റോമാക്കാരുടെ ഇടയിൽ ഈ വാക്കിന് ഒരർത്ഥം ഉണ്ടായിരുന്നു. ആ അർത്ഥം എന്താണെന്ന് ഞാൻ പറയാം, എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ലുക്ക് അറ്റ് മീ. എന്തായിരുന്നു റോമാക്കാരുടെ ഇടയിൽ ഈ സുവിശേഷം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം? ആ അർത്ഥം ഇതാണ്. അതായത് ഇഷ്ടം പോലെ യുദ്ധങ്ങളുണ്ടായിരുന്നു ആ കാലത്ത്. എപ്പോഴും റോമൻ പട്ടാളം അവിടെ യുദ്ധം ചെയ്യുന്നു, ഇവിടെ യുദ്ധം ചെയ്യുന്നു, ഈ ആളുകളുമായി യുദ്ധം ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് റോമാക്കാരുടെ ഇടയിൽ എപ്പോഴും കോൺവെർസേഷൻസ് ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും റോമൻ പട്ടാളം ആരോടെങ്കിലും ഒരു യുദ്ധത്തിൽ ജയിച്ചാൽ ആ യുദ്ധം ജയിച്ചു എന്ന് പറയുന്ന ആ വാർത്തയ്ക്ക് പറയുന്ന പേരായിരുന്നു സുവിശേഷം. അപ്പോൾ ഒരു സുവിശേഷമുണ്ട് എന്ന് റോമാക്കാരോട് ആരെങ്കിലും പറഞ്ഞാൽ അതെന്തിനെക്കുറിച്ചാണ്? ഒരു യുദ്ധം ജയിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്രയൊന്ന് മനസ്സിലാക്കുക. അന്ന് മർക്കോസ് ഈ സുവിശേഷം എഴുതുന്ന കാലത്ത് സുവിശേഷം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം യുദ്ധം ജയിച്ചു എന്നാണ്. യുദ്ധം ജയിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. മർക്കോസ് അതും മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഈ വാക്ക് എഴുതുന്നത്. മർക്കോസ് എന്താണ്? ഒരു യുദ്ധം ജയിച്ചതിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. മർക്കോസ് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എഴുതാൻ പോകുന്നത് ഒരു യുദ്ധം ജയിച്ചതിൻ്റെ കഥയാണ്. ആ യുദ്ധത്തിലെ ഹീറോയുടെ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദൈവപുത്രനായ, ഇനി ആരാണത്? ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. അപ്പോൾ അവൻ ദൈവപുത്രനാണ്, അവൻ യേശു ക്രിസ്തുവാണ്, അവൻ ഒരു യുദ്ധം ജയിച്ചതിൻ്റെ ആരംഭമാണത്. രണ്ടാമത്തെ വാക്യം, ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു എന്ന് പറ. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിനെന്ന് യെശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള
അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു വാക്യമാണത്, ഒന്നുകൂടെ ഒന്ന് വായിക്കുക. അത് മരുഭൂമി, ഇതാ നിനക്ക് മുമ്പേ, അതായത് ഒറ്റ ആശയമാണത്. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴി ഒരുക്കും. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിൻ എന്ന് യെശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ. ആദ്യത്തേത്, ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. അതെവിടെയാണ് കാണുന്നത്? മത്തായിയുടെ പുറകിൽ മലാഖി എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ട്. അതൊന്ന് എടുക്കാവോ? മത്തായിയുടെ പുറകിൽ മലാഖി എന്ന് പറയുന്നൊരു പ്രവാചകനുണ്ട്. മലാഖി കണ്ടു. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഇതാണ് മർക്കോസ് കോട്ട് ചെയ്യുന്നത്. മലാഖി 3:1 വായിക്കാം. ഇതാ എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടനെ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. തൻ്റെ പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു, സൈന്യങ്ങളുടെ കർത്താവ് അരുളി. അപ്പോൾ ഇതാണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. മലാഖി 3:1 മർക്കോസ് കോട്ട് ചെയ്യുന്നത്. ഇതാ നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു, അവൻ നിൻ്റെ വഴിയൊരുക്കും. അടുത്തത്, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം, കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നേരെയാക്കുവിനെന്ന് യെശയ്യാ പ്രവാചകൻ അല്ലേ? യെശയ്യാ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. യെശയ്യാ അധ്യായം 40 എടുക്കുക. യെശയ്യാ അധ്യായം 40. ഐസയ്യാ ചാപ്റ്റർ 40. മടുക്കുന്നുണ്ടോ? മടുത്താലും കുഴപ്പമില്ല. യെശയ്യാ അധ്യായം 40 വാക്യം 1 മുതൽ നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. വായിക്കാം. ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീഥി ഒരുക്കുവിൻ. മതി, ഇനി എന്നെ ശ്രദ്ധിക്കുക. മർക്കോസിലേക്ക് തിരിച്ചു വന്നിട്ട് എന്നെ ഒന്ന് നിങ്ങൾ 1 മിനിറ്റ് ശ്രദ്ധിക്കുക. ഇതാ ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ആരാണിപ്പോൾ ഈ പ്രവചന ശബ്ദങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് ആരാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഒരു പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ലിസൺ ടു മീ. ഇദ്ദേഹം 2 കാര്യങ്ങളാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത്. ഹി സിംബലൈസ്ഡ് 2 things. സ്നാപക യോഹന്നാൻ, ഒന്ന്, അദ്ദേഹം ഹി ഈസ് ദ റിവൈവൽ ഓഫ് പ്രോഫസി. പ്രവചന ദൗത്യത്തിൻ്റെ റിവൈവലായിരുന്നു, നവീകരണമായിരുന്നു അയാളുടെ ജീവിതം. നിങ്ങൾ എഴുതണമെന്നില്ല, എന്നെ വെറുതെ ഒന്ന് കേട്ടാൽ മതി. ഇത് അതായത് പ്രവചന പരമ്പരകളുടെ റിവൈവലായിരുന്നു യോഹന്നാൻ. രണ്ടാമത്തേത്, അയാൾ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. ഈസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രോഫസി. ഈസ് ദ റിവൈവൽ ഓഫ് പ്രോഫസി ആൻഡ് ഈസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് പ്രോഫസി. ശ്രദ്ധിക്കുക, ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയാം, നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതായത് മലാഖി എന്ന് പറയുന്ന പ്രവാചകൻ പ്രവചിച്ചിട്ട് പിന്നെ 400 വർഷത്തേക്ക് ഇസ്രായേലിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നില്ല. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജനത്തോട് പ്രസംഗിക്കാൻ ഒരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. പ്രവചന ശബ്ദങ്ങൾ നിലച്ചുപോയി, പ്രവാചകന്മാർ ഇല്ലാതായി. ഈ 400 വർഷത്തെ പ്രവചന ശബ്ദം നിലച്ചു പോയതിന് ശേഷം പിന്നീട് ഇസ്രായേലിൽ 4 നൂറ്റാണ്ടുകൾക്ക് ശേഷം മുഴങ്ങിക്കേൾക്കുന്ന പ്രവചന ശബ്ദമാണ് സ്നാപക യോഹന്നാൻ്റേത്. 400 വർഷമായി ജനം കാത്തിരുന്ന ആ പ്രവാചക ശുശ്രൂഷയുടെ റിവൈവലായിരുന്നു സ്നാപക യോഹന്നാൻ. ഒന്ന്, ഇത് മനസ്സിൽ വെച്ചിരിക്കുക, ഞാൻ അതിലേക്ക് തിരിച്ചു വരും. ഒന്ന്, ഈസ് ദ റിവൈവൽ ഓഫ് പ്രോഫസി. 400 വർഷമായിട്ട് പ്രോഫസി ഇല്ല, അപ്പോൾ ഈ ഈസ് ദ റിവൈവൽ ഓഫ് പ്രോഫസി. രണ്ടാമത്തേത്, അയാൾ 2 പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ഒന്ന് മലാഖി പ്രവചിച്ചതും 2 യെശയ്യാ പ്രവചിച്ചതും. ഈസ് ദ ഫുൾഫിൽമെൻറ്റ്. ഇവർ പ്രവചിച്ചത് പൂർത്തിയാവുകയാണ്. നമ്മുടെ ജീവിതം, ലിസൺ, നമ്മുടെ ജീവിതം ഒരു റിവൈവലും ആവണം, ഒരു ഫുൾഫിൽമെൻറ്റും ആവണം. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം, ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കാണേണ്ടത്.
എൻ്റെ ജീവിതം ഒരു റിവൈവലാവണം. എന്താ? ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന എല്ലാ നല്ല കാര്യങ്ങളുടെയും റിവൈവൽ. നമ്മൾ 2025 ജീവിക്കുന്ന നമ്മളെ കാണുമ്പോൾ മനുഷ്യന് തോന്നണം ഈ ഭൂമിയിലെ എല്ലാ നന്മകളുടെയും റിവൈവലാണ് ഇയാൾ. ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള എല്ലാ നന്മകളും ഇയാളെ കാണാൻ പറ്റും. റിവൈവൽ. രണ്ടാമത്തേത്, ഒത്തിരി നാളുകളായിട്ട് മനുഷ്യർ കാത്തിരിപ്പുണ്ട് നല്ല മനുഷ്യരെ. ഇന്ന് ഈ ഭൂമിക്ക് എന്താണ് അഭാവം? നല്ല മനുഷ്യർ ഇല്ലാത്തതാണ്. നല്ല മനുഷ്യരില്ലാത്തതാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ, ചുറ്റുപാടും എല്ലാം നോക്കിക്കോളൂ. നല്ല മനുഷ്യരെ കാണാൻ കുറവാണ്. വംശനാശ ഭീഷണി നേരിടുകയാണ്. ആര്? നല്ല മനുഷ്യർ. ദേ ബിക്കം എക്സ്റ്റിങ്ക്റ്റ്. അവരില്ല. നല്ല മനുഷ്യരില്ല. എല്ലായിടത്തും എന്ത് മനുഷ്യരേ ഉള്ളൂ. ഞാൻ പത്രം വായന നിർത്തി. പിന്നെ ഞാൻ ലഞ്ച് കഴിക്കുന്ന സമയത്ത് ന്യൂസ് വെക്കുമായിരുന്നു മൊബൈലിൽ. അതും ഞാൻ നിർത്തി. കാരണം എന്തെന്നറിയാം? കൊള്ളാവുന്ന ഒരു നല്ല വാർത്തയില്ല. എല്ലാ ദിവസവും മകൻ അപ്പൻ്റെ കഴുത്തറുത്തു, ഭാര്യ ഭർത്താവിനെ ചുട്ടുകൊന്നു, കഷണങ്ങളാക്കി ഫ്രിഡ്ജിൽ വെച്ചു, ഇങ്ങനെയൊക്കെയാണ്. മറ്റേ നമ്മൾ ചിക്കനും മട്ടനും ഒക്കെ വെച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ഫ്രീസർ തുറന്നു നോക്കാൻ പേടിയാണ്. കാരണം ഏത് അവയവമാണ് അതിനകത്തിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് നാട്ടിലെ മാത്രം കാര്യമല്ല, എല്ലായിടത്തും നല്ല മനുഷ്യർ കുറഞ്ഞു വരികയാണ് എല്ലായിടത്തും. അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ സ്നാപയോഹന്നാൻ പ്രത്യക്ഷപ്പെടുകയാണ്. 400 വർഷത്തിന് ശേഷം he becomes a fulfillment and revival of prophecy. അടുത്ത വാക്യം, യൂദയ മുഴുവനിലെയും ജെറുസലേം, ഉറക്കെ വായിക്കേ. യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇനി നാലാമത്തെ, അതിനു മുമ്പ് യെശയ്യാ പ്രവാചകൻ്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം അതും ശ്രദ്ധിക്കണം. പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം. ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിച്ചോ. എന്തെന്നറിയാമോ? നമുക്ക് ഒരിക്കലും ഈ ബാം പുരട്ടി സുഖപ്പെടുത്താൻ പറ്റുന്ന വിധത്തിലല്ല നമ്മുടെ രോഗം. ഈ ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്ത് ഇനി നടക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് മിനിസ്ട്രികളും ഒരുപാട് ശുശ്രൂഷകളും എല്ലാം ഇനി കൂടുതൽ പെരുകും. ഒത്തിരി പേര് മിനിസ്ട്രികൾ ശുശ്രൂഷകളെല്ലാം ഉണ്ടാവും. ഇനി നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് പരിശുദ്ധാത്മാവിൽ നിന്ന്, എന്താണ് പിശാചിന്ന് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടായിരിക്കും. ആദ്യത്തെ ഒരു നല്ല കാലം വരെ എല്ലാത്തിനും ഒരേപോലെ ഒരേ മുഖമായിരിക്കും. എല്ലാം പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് തോന്നും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറയുകയാണ്, നാട്ടിലായാലും ഇവിടെയാണെങ്കിലും ഒരുപാട് മിനിസ്ട്രികൾ കയറി വരുന്നുണ്ട്. ഏതാണ് ദൈവത്തിൽ നിന്നുള്ളത്, ഏതാണ് പിശാചി എന്നുള്ളതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടാണിപ്പം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക, ഒരു ശുശ്രൂഷ ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്നറിയാനുള്ള ഒരു അളവുകോൽ ഇതിനകത്തുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണെങ്കിൽ അതിനകത്ത് പാപമോചനത്തിനുള്ള അനുതാപം പ്രീച്ച് ചെയ്യപ്പെട്ടിരിക്കും. റിപ്പൻഡൻസ് പ്രീച്ച് ചെയ്യാത്ത ഒരു മിനിസ്ട്രിയും പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതല്ല എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. റിപ്പൻഡൻസ് പ്രീച്ച് ചെയ്യാത്ത, തെറ്റ് തിരുത്തണം, മാനസാന്തരപ്പെടണം, പാപം അനുതപിക്കണം എന്ന് പ്രീച്ച് ചെയ്യാത്ത ഒരു മിനിസ്ട്രിയും, അത് എത്ര അടയാളങ്ങളോടുകൂടിയുള്ളതാണെങ്കിലും അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അല്ല. ഹല്ലേലൂയ. അപ്പാരൻ്റ്ലി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരിക്കും. അസാധാരണമായ, ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുന്ന വിധത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സാത്താൻ പ്രവർത്തിക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുന്ന വിധത്തിൽ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയോടുകൂടി വരുന്ന ശുശ്രൂഷകളാണെങ്കിൽ പോലും അത് പരിശുദ്ധാത്മാവിൽ നിന്നാണോ എന്നറിയാനുള്ള ഒരു വഴി ഞാൻ പറയുകയാണ്. ഒന്നാമത്തെ വഴി അത് അനുതാപം പ്രസംഗിക്കാത്ത ശുശ്രൂഷയായിരിക്കും. ഞാൻ രണ്ടാമത്തേതിലേക്ക് വരാം. ഇത് എന്തുകൊണ്ടെന്നറിയോ? ഈശോ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് എന്ത് പ്രസംഗിച്ചുകൊണ്ടാണ്?
മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്നാപകയോഹന്നാൻ പ്രസംഗിച്ചത് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇനി ഈശോ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്ന സമയത്ത് ലൂക്കാ സുവിശേഷം 24 എടുക്കുക. ലൂക്ക് 24, ലൂക്ക 24, ലൂക്ക 24:47. ലൂക്ക് 24:47, ലൂക്ക 24:47 വായിക്കാം. ലൂക്ക 24:47, ലൂക്ക് 24:47. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും ഞാൻ ഐ വോൺ യു, നിങ്ങൾ ഡാനിയേലച്ചൻ്റെ ശുശ്രൂഷ ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്നറിയാൻ ഡാനിയേലച്ചൻ്റെ പ്രീച്ചിങ് പരിശോധിക്കുക. ഒരു 10 വീഡിയോസ് കാണുക. അതിനകത്ത് ഇയാൾ അനുതാപത്തെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ അയാൾ പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ആളല്ല. പറഞ്ഞ ഹല്ലേലൂയാ. അത് എ ഓർ ബി, അതാരും ആവട്ടെ, അയാൾ റിപ്പൻറ്റൻസിനെ കുറിച്ച് പറയാത്ത ഒരാളാണെങ്കിൽ അത് ദൈവാത്മാവിൽ നിന്നുള്ള ശുശ്രൂഷയല്ല. ഇവിടെ പറയുകയാണ്, പാപമോചനത്തിനുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ശിഷ്യന്മാർ പോയി പ്രസംഗിച്ചത് അനുതപിക്കണം എന്നാണ് പ്രസംഗിച്ചത്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം എടുക്ക്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം. അവർ പോയി എന്താണ് പ്രസംഗിച്ചത്? അവർ പോയി പ്രസംഗിച്ചു. കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ ഈശോ അവരെ പറഞ്ഞ്, നിങ്ങൾ അതിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവസാനത്തെ വാക്യം ഏതാണ്? അവരെല്ലായിടത്തും പോയി എന്താണ്? കർത്താവ് അവരോട് കൂടെ ഉണ്ടായിരുന്നു. ചെയ്തിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ, ഇവിടെയല്ല മറ്റൊരിടത്ത് പറയുന്നുണ്ട്, അതായത് ശിഷ്യന്മാർ പോയി ജനങ്ങളോട് അനുതപിക്കണം എന്ന് പ്രസംഗിച്ചു. അവർ രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. അനുതപിക്കണം എന്ന് പ്രസംഗിച്ചു. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമുക്ക് മൂവ് ഓൺ ചെയ്യണം. അതായത് എപ്പോഴും ശ്രദ്ധിക്കണം അനുതാപത്തിൻ്റെ. അപ്പോൾ അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത് ഞാൻ പറയാൻ കാരണം, ഓസ്ട്രേലിയയിൽ ഒത്തിരി കൾട്ട് ഗ്രൂപ്പുകൾ വളർന്നു വരുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ ഒരുപാട് കൾട്ട് ഗ്രൂപ്പുകൾ, എല്ലാം നമ്മൾ നല്ലതാണ്, അവർ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ഒത്തിരി പേരെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് നിങ്ങൾ ഹാവ് ടു ബി വളരെ കെയർഫുൾ ആയിരിക്കണം. ഒരുപാട് എന്തെന്നറിയാം, ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമ്മളിത് അറിയില്ല, എല്ലാം ഭയങ്കര നല്ലതായിട്ട് തോന്നും. കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതിനകത്ത് പെട്ട് കഴിയുമ്പോഴാണ് പിന്നെ നമുക്ക് ഊരിപ്പോരാൻ പറ്റാത്ത വിധമായി പോകുന്നത്. ഒരുപാട് പേരെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രത്യേകം ഇത് ശ്രദ്ധിക്കണം. ഒന്ന്, നിങ്ങൾ ഏത് മിനിസ്ട്രിയുടെയും കൂടെ നിങ്ങളെ മനസ്സ് അലൈൻ ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ അവർ അനുതാപം പ്രസംഗിക്കുന്നവരാണോ എന്ന് നോക്കണം. റിപ്പൻറ്റൻസ് പ്രീച്ച് ചെയ്യാത്തവരാണെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ പരിശുദ്ധാത്മായി പറയുകയാണ്, നിങ്ങളുടെ കുടുംബങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ പറയുകയാണ്, ഈ അനുതാപം പ്രസംഗിക്കാത്തവരുടെ കൂടെ പോകരുത്. 2, ദൈവ ശുശ്രൂഷയെ മണിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നവരുടെ ശുശ്രൂഷയ്ക്ക് പോകരുത്. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? ഇപ്പോൾ ഡാനിയേലച്ചൻ ഇവിടെ വന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, മൗണ്ട് കാർമലിന് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളെല്ലാം ഒന്ന് മനസ്സ് വെക്കണം, ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ഇതാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ ഡാനിയേലച്ചനെ കേൾക്കുന്ന സ്റ്റോപ്പ് ചെയ്തോണം. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായ? ദൈവ ശുശ്രൂഷയെ മണിയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നവരെ സൂക്ഷിച്ചോണം. മനസ്സിലായല്ലോ? അതിനകത്ത് ഏത് സമയത്തും ഡീവിയേറ്റ് ചെയ്യാവുന്നൊരു സ്പിരിറ്റുണ്ട്. മൂന്നാമത്തേത് ഞാനത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. മൂന്നാമത്തേത്, ഇയാൾക്ക് മുകളിൽ ചോദിക്കാനും പറയാനും ഒരാളുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അയാളുടെ കൂടെ പോകരുത്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായല്ലോ? അതായത് നിങ്ങൾ ഒരു മിനിസ്റ്റർ ഇയാളൊരു തെറ്റ് പറഞ്ഞാൽ, ഇയാൾ ഏതെങ്കിലും ഒരു കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ച് വഴിതെറ്റിച്ച് വിട്ടാൽ ഇയാളുടെ മേൽ ഒരു അതോറിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലാത്ത ഒരാളുടെയും കൂടെ, അതായത് ഏത് അൽമായരുടെ ശുശ്രൂഷയ്ക്കും പോകാം, അതിന് മുകളിൽ ഒരു അതോറിറ്റി ഉണ്ടോ എന്ന് നോക്കണം. അയാളെ പറഞ്ഞാൽ, അതായത് പേരിനൊരാളെ വെച്ചിരിക്കുകയല്ല, ഞങ്ങൾ അങ്ങനെയല്ല, മറിച്ച് ഇയാളെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ ഇയാളെ ചോദ്യം ചെയ്യാൻ പറ്റുന്ന, അത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അയാൾ വഴങ്ങുന്ന ഒരു അതോറിറ്റി ഉണ്ടോ എന്ന് നോക്കണം.
ഇല്ലെങ്കിൽ പോവരുത്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ കെണിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ഓസ്ട്രേലിയ വന്ന് ഡാനിയേലച്ചൻ ഒരു തെറ്റ് പറഞ്ഞാൽ എന്നെ തിരുത്താൻ എനിക്ക് മുകളിൽ ഒരാളില്ലെങ്കിൽ എൻ്റെ പുറകെ നിങ്ങൾ പോവരുത്. കാരണം എന്താണെന്നറിയാം, ഇത് ആദ്യമൊക്കെ എല്ലാം നല്ലതായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഡീവിയേറ്റ് ചെയ്യും. അത് നമ്മളറിയില്ല. ഡീവിയേറ്റിംഗ് പോയിൻ്റ് നമ്മളറിയില്ല. ഒത്തിരി കുടുംബങ്ങൾ നശിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ സഭ വിട്ടു പോയിട്ടുണ്ട്. ഒരുപാട് കുടുംബങ്ങൾ പ്രാർത്ഥനയിൽ നിന്നും കുർബാനയിൽ നിന്നും പോയിട്ടുണ്ട്. ഇത് അന്ത്യകാലമാണ്. വ്യാജ അരൂപി പെരുകും. വഴിതെറ്റിക്കുന്ന സ്പിരിറ്റാണ് എല്ലായിടത്തും. അതുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞില്ല എന്ന് ഇനി പറയരുത്. ഇത് അറിയാത്തതുകൊണ്ട് കേൾക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ സഭയിൽ ദൈവമക്കൾക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളിനി പുതിയ 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 സന്ദേശങ്ങളുടെ പുറകെയൊന്നും പോകേണ്ട കാര്യമില്ല. ഒരു സന്ദേശവും കേൾക്കാൻ പോയില്ലെങ്കിലും കർത്താവിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേര് വഴിതെറ്റും. അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം ഒന്നെടുക്കുക. നമ്മൾ വായിച്ചത് എന്ത് സുവിശേഷമാണ്? ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, ഈ സുവിശേഷം പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അടുത്ത വാക്യം, യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ ഉച്ചത്തി വായിക്കും നിങ്ങൾ, കൊള്ളാം. അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു, പ്രിയ മകനെ മകളെ, ജീവിതം നേരെയാകണമെങ്കിൽ ഒരു ബാം പുരട്ടൽ കൊണ്ടും അത് ശരിയാവില്ല. ഒരു തകർച്ച മാറണമെങ്കിൽ ആ തകർച്ചയുടെ പിന്നിൽ പാപം ഉണ്ടോ എന്ന് പരിശോധിക്കണം. എന്നിട്ട് ആ പാപത്തെക്കുറിച്ച് അനുതപിക്കണം. തെറ്റിപ്പോയെങ്കിൽ കർത്താവിനോട് തെറ്റിപ്പോയി എന്ന് പറയണം. ഏത് കൊടും പാപാവസ്ഥയിൽ നിന്നും കർത്താവ് നമ്മളോട് ക്ഷമിക്കും, മാപ്പ് തരും. കർത്താവ് നമ്മുടെ പാപം ക്ഷമിച്ച് നമ്മളെ പുനരുദ്ധരിക്കും. എത്ര കൊടും പാപിയാണെങ്കിലും നമ്മളെ വീണ്ടും വീണ്ടും ഈശോ കഴുകി വിശുദ്ധീകരിക്കും. പാപം ഒരിക്കലും ശരിയാണെന്ന് പറഞ്ഞ് ജീവിക്കരുത്. അതായത് ഒരു തെറ്റിൽ കഴിഞ്ഞിട്ട്, ഒരു പാപത്തിൽ ജീവിച്ചിട്ട് ഉണ്ടാവുന്ന തകർച്ചകളെ എന്തെങ്കിലും ഒരു ഓയിൻമെൻറ്റ് പുരട്ടി അത് സുഖപ്പെടുത്താമെന്ന് വിചാരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ പറയാം, നിങ്ങൾക്കത് പഠിക്കാൻ എളുപ്പം കൂടിയാണ്. അതായത് ഈ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ പ്രത്യേകത, അവർ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അപ്പോൾ ആ സ്ത്രീ യേശുവിൻ്റെ അടുത്ത് വന്നു. അത് വായിക്കാം. മർക്കോസ് 7:24 മുതൽ. മർക്കോസ് 7:24 മുതൽ. ഒരു കാര്യം ചെയ്യാം, മത്തായി ഒരു സെക്കൻഡ് നിങ്ങൾ മർക്കോസ് 7 എടുത്തോ. ഒരു കാര്യം ചെയ്യേ, മത്തായി 15 എടുക്കുക. മത്തായി 15:21 മുതൽ. മത്തായി 15:21 മുതൽ. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ വായിക്കാമോ? ഒന്നുകൂടെ വായിക്കാമോ? യേശു അവിടെ നിന്ന് പുറപ്പെട്ട് കരഞ്ഞപേക്ഷിച്ചു. ഉറക്കെ, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി. ഞാനൊരു കാര്യം പറയട്ടെ, മാതാപിതാക്കന്മാരെ, ഈശോയുടെ അടുത്ത് കുഞ്ഞുങ്ങൾക്കൊരു വിഷമമുണ്ടെന്ന് പറഞ്ഞ് ആര് വന്നിട്ടുണ്ടെങ്കിലും ഈശോ അവരെ സഹായിച്ചിട്ടുണ്ട്. 100 ഔട്ട് ഓഫ് 100 ആണത്. 100% ഒരാളെപ്പോലും ഈശോ വെറുതെ വിട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യമായിട്ട് നിങ്ങൾ ഈശോയുടെ അടുത്ത് ചെന്നാൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. ആമേൻ പറ. അതിൻ്റെ സൊല്യൂഷനുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യവുമായിട്ട് യേശുവിൻ്റെ അടുത്ത് ബൈബിളിൽ ആളുകൾ വന്നിട്ടുണ്ടോ? ഒരു അമ്മ വിധവയായിരുന്നു, വിഡോ. അവർ വന്നിട്ട് അവർ പറഞ്ഞത്, എൻ്റെ കർത്താവേ, എൻ്റെ മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞു. ഈശോ എന്ത് ചെയ്തു? കൈനീട്ടി അവനെ ഇങ്ങനെ എഴുന്നേൽപ്പിച്ച് അമ്മയുടെ കൊടുത്ത് വിട്ട്. എന്ത് ബ്യൂട്ടിഫുള്ളാണത്. മരിച്ചുപോയെന്ന് പറഞ്ഞ അമ്മച്ചി വന്ന്, കുഞ്ഞും മരിച്ചുപോയി കർത്താവേ, എൻ്റെ മകൻ മരിച്ചുപോയി. ഈശോ ഒന്നും പറഞ്ഞില്ല. അവനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് ഏൽപ്പിച്ച് കൊടുത്തിട്ട് അമ്മച്ചി സന്തോഷമായിട്ട് പോകാൻ പറഞ്ഞു. അതാണ് ഈശോ. അതുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്, കർത്താവ് അതിനകത്ത് ഇടപെടും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം, അവർ UK-യിലാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ജീസസ് യൂത്തായിരുന്നു, ഭാര്യയും ഭർത്താവും. അവർ കല്യാണത്തിന് മുമ്പ് തന്നെ നല്ല ധ്യാനമൊക്കെ കൂടി നല്ല കുടുംബജീവിതത്തിന് വേണ്ടി
ഒരുങ്ങി വിവാഹം കഴിച്ചവരാണ്. അങ്ങനെ കല്യാണം കഴിച്ച് 5 വർഷം കഴിഞ്ഞാണ് ആദ്യത്തെ കുട്ടി ഉണ്ടായത്. ഉണ്ടായ ആദ്യത്തെ കുട്ടി, ആ കുട്ടിക്ക് ചെവിയില്ല, ചുണ്ടില്ല. ചെവിയുമില്ല, ചുണ്ടുമില്ല. ചുരുക്കി പറയാം, 9 സർജറി ചെയ്തിട്ടാണ് ഈ കുട്ടിക്ക് ഇപ്പോൾ ആർട്ടിഫിഷ്യലായിട്ട് ഈ ബോണിനോട് ചേർത്ത് ഇങ്ങനെ ഒരെണ്ണം ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേൾക്കാൻ വേണ്ടി. ചെവി ഇങ്ങനെ തന്നെ ആ ഭാഗം ഇങ്ങനെ ഫ്ലാറ്റായിട്ടാണ് ഇരിക്കുന്നത്. 9 സർജറി ചെയ്തു. നോൺ വെർബലാണ് ഈ കുട്ടി. അന്ന് സെൻസ് ഓഫ് ഡേഞ്ചർ ഇല്ല എന്ന് പറഞ്ഞാൽ മോട്ടോർ ഹൈവേയിലോട്ടൊക്കെ ഇറങ്ങിപ്പോവും. വണ്ടി വരുമെന്ന് പേടിയില്ല, വണ്ടി വന്ന് ഇടിക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ കുട്ടിയെ 1-to-1 സർവീസ് കൊടുക്കാതെ നോക്കാൻ പറ്റില്ല. ഇപ്പോൾ സ്കൂളിൽ വിട്ടപ്പോഴും എല്ലാം അങ്ങനെ തന്നെയാണ്. ഒരാളെപ്പോഴും കൂടെ വേണം ഈ കുട്ടിയുടെ കൂടെ. അങ്ങനെ ആ കുട്ടി വളരുമ്പോൾ, അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി ജനിച്ചു. പുറമേ നോക്കുമ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിരുന്നു. കുട്ടി പതുക്കെ വളർന്നു തുടങ്ങിയപ്പോഴാണ് അറിഞ്ഞത് കംപ്ലീറ്റ് 100% ഓട്ടിസ്റ്റിക്കാണ് കുട്ടി. രണ്ടാമത്തെ കുട്ടി. 2 കുട്ടികളും നോൺ വെർബൽ. 2 കുട്ടികൾക്കും 1-to-1 അസിസ്റ്റൻസ് വേണം. സമൂഹത്തിന് മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തു പോകാൻ പറ്റാതെ 10 വർഷം ആ മാതാപിതാക്കന്മാർ വീടിനകത്ത് തന്നെ കഴിച്ചു കൂട്ടി. പക്ഷെ അവർ കഴിച്ചു കൂട്ടിയത്, 10 വർഷം കഴിച്ചു കൂട്ടിയത് നരകിച്ചും നിരാശപ്പെട്ടും ആയിരുന്നില്ല. അവർ ഈ 10 വർഷവും കർത്താവിനോട് പ്രാർത്ഥിച്ചു. 4 ജപമാലയുടെ രഹസ്യങ്ങളും ചൊല്ലും, 4 കൊന്തയും ചൊല്ലും, മുഴുവൻ കൊന്ത. ഓരോ രഹസ്യവും ചൊല്ലിക്കഴിയുമ്പോൾ 20 ദൈവവചനം ഉച്ചരിക്കും. ഓരോ ദൈവവചനവും ഉച്ചരിച്ചിട്ട് അതിൻ്റെ അവസാനം പറയും, കർത്താവേ, യേശുവിൻ്റെ നാമമഹത്വത്തിനായി എൻ്റെ കുഞ്ഞുങ്ങളെ സുഖപ്പെടുത്തി ലോക സുവിശേഷ വേലയ്ക്ക് ഉപയോഗിക്കണമേ. ഈശോയോട് എന്താ പറയുന്നത്? ഈശോയെ, യേശുവിൻ്റെ മഹത്വത്തിനായി എൻ്റെ കുഞ്ഞുങ്ങളെ തൊട്ട് സുഖപ്പെടുത്തി ലോക സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് ആ മൂത്ത കുട്ടിയുടെ സർജറി എല്ലാം കഴിഞ്ഞു. അവന് ഇതെല്ലാം വെച്ച് പിടിപ്പിച്ചു. രണ്ടാമത്തെ കുട്ടി സ്കൂളിലിങ്ങനെ ഇരുന്ന്, ടീച്ചർ സ്കൂളിൽ വിടും. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഈ കുട്ടി ഇരുന്ന് എന്തോ എഴുതുന്നുണ്ടെന്ന് പറഞ്ഞു. എഴുതിയത് കൊടുത്തു വിടാമെന്ന് ചോദിച്ചു. അവർ കൊടുത്തു വിട്ടു. ഇംഗ്ലണ്ടിലാണ് ഇവർ വളരുന്നത്. ഈ കുട്ടികൾക്ക് 2 പേർക്കും മലയാളം മാതാപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടില്ല, എഴുതാനും വായിക്കാനും അറിയില്ല. രണ്ടാമത്തെ കുട്ടിയുടെ പേര് ജോഷുവ, ആദ്യത്തെ കുട്ടിയുടെ പേര് തോമസ്. തോമസിനാണ് സർജറി എല്ലാം കഴിഞ്ഞ്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞില്ല, ഓട്ടിസ്റ്റിക്കാണ്. അവനാണ് എന്തോ എഴുതിയിരിക്കുന്നു, മലയാളം അറിഞ്ഞുകൂടാ. ഇവനോട് അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി അവൻ പറയാൻ ശ്രമിക്കുന്നത് ഇംഗ്ലീഷിലാണ്. അവന് അത് അമ്മ 1-2 കുഞ്ഞു വാക്കുകൾ മാത്രം പറയും. ആ കുട്ടി സ്കൂളിലിരുന്ന് എന്തോ എഴുതുന്നെന്ന് പറഞ്ഞ് ടീച്ചർ അത് കൊടുത്തു വിട്ടു. അപ്പോൾ അതിനകത്ത് ഈ കുട്ടി മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, എൻ്റെ അൽഫോൻസാമയെന്ന്. മലയാളത്തിൽ എൻ്റെ അൽഫോൻസാമേ. മാതാപിതാക്കന്മാർ അത്ഭുതപ്പെട്ടു. കാരണം എഴുതാനും വായിക്കാൻ ഈ കുട്ടിക്കും മലയാളം അറിയില്ല, എഴുതാൻ പഠിപ്പിച്ചിട്ടുമില്ല. പക്ഷെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. പിന്നെ ഇവൻ ബൈബിൾ എടുത്ത് എപ്പോഴും ഇങ്ങനെ ഇടത്തെ കയ്യിൽ ബൈബിൾ എടുത്ത് തുറന്ന് പിടിച്ചുകൊണ്ടിരിക്കും. മലയാളം ബൈബിൾ തുറന്ന് പിടിച്ചുകൊണ്ടിരിക്കും. വലത്തെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാണും, ഇടത്തെ കയ്യിൽ എപ്പോഴും. ഇപ്പം നിങ്ങൾ കാണുമ്പോഴേ കുട്ടി ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. ചുരുക്കി ഞാൻ പറയാം, ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള മുഴുവൻ വചനങ്ങളും ഈ ഓട്ടിസ്റ്റിക്കായ കുട്ടിക്ക് കാണാപ്പാടമായി. നിങ്ങൾ വിശ്വസിക്കത്തില്ലെന്ന് എനിക്കറിയാം, വിശ്വസിക്കാൻ എനിക്കും പാടായിരുന്നു. ഞാൻ നേരിട്ട് കാണുന്നത് വരെ, ഇപ്പോൾ കേരളത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനിവിടെ വരുന്ന അതിൻ്റെ 2 ദിവസം മുമ്പ് വരെ. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ മൂത്ത കുട്ടിയെ കർത്താവ് സുഖപ്പെടുത്തി പോർച്ചുഗലിൽ മാർപ്പാപ്പ വേൾഡ് യൂത്ത് ഡേക്ക് വന്നപ്പോൾ 20 ദിവസത്തേക്ക് ഇവൻ ആ ഗ്രൂപ്പിൻ്റെ കൂടെ വേറെ ആരുടെയും സഹായമില്ലാതെ അവൻ തന്നെ പോയി. അവൻ അവിടെ 20 ദിവസം തന്നെ ജീവിച്ച് തന്നെ തിരിച്ചു വന്നു. അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ തന്നെയാണ് ചെയ്യുന്നത്. ഞാൻ റുവാണ്ടയിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിച്ചത് ഈ മൂത്ത കുട്ടിയാണ്, തോമസാണ്. രണ്ടാമത്തെ കുട്ടി ഇങ്ങനെ ബൈബിൾ വചനം നമ്മൾ ചെന്നാൽ, ഇപ്പം ഞാൻ പറയുകയാണ്, മോനെ എനിക്കൊരു കുറച്ച് വചനം താടാന്ന് പറഞ്ഞാൽ നല്ല മലയാളത്തിൽ എനിക്ക് വചനം എഴുതി തരും, മലയാളത്തിൽ. അപ്പോൾ അവനത് ഈ എഴുതുന്ന വചനം മുഴുവൻ അവന് കാണാതറിയാം, അത് എഴുതി തരും. ആ വചനം വായിച്ചാൽ നമ്മൾ തലകറങ്ങി വീഴും. അതുപോലെ നമ്മുടെ ജീവിതമാണ് ആ വചനം. എന്ന് പറഞ്ഞാൽ കൗൺസിലിങ്ങിന് പോകില്ലേ, കൗൺസിലിങ്ങിന് പോകുമ്പോൾ കൗൺസിലർ പറയില്ലേ,
പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടും. അതാണ് ഈ കുട്ടി ഈ വചനം എഴുതുമ്പോൾ എക്സാക്ട്ലി നമ്മുടെ പ്രോബ്ലം എന്താണോ, നമ്മൾ കടന്നു പോകുന്ന അനുഭവം എന്താണോ, അതാണ് ആ വചനം. അങ്ങനെ എഴുതി തരും. ഞാൻ കണ്ടിട്ടുണ്ട് ആഫ്രിക്കയിലെ ആളുകൾ, യൂറോപ്പിലെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഈ കുട്ടിയുടെ മുമ്പിൽ, ഓട്ടിസ്റ്റിക്കായ കുട്ടിയുടെ മുമ്പിൽ. എന്തെന്നറിയാം? വചനം ചോദിച്ചുകൊണ്ട് മണിക്കൂറുകൾ ഇവനിരുന്ന് വചനം എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. 25 രാജ്യങ്ങളിൽ ഈ കുടുംബം പോയി കർത്താവിൻ്റെ സുവിശേഷം പങ്കുവച്ചു. 25 കുടുംബം. കുട്ടികളെക്കുറിച്ച് നിങ്ങൾ കർത്താവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് നടന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായി? ദിസ് ഈസ് അൺബിലീവബിൾ. ദിസ് സോ ഇൻക്രെഡിബിൾ. ഇത് നമുക്ക്, കാരണം ഈ ഓട്ടിസ്റ്റിക്കായ കുട്ടിയുടെ തലയിൽ എങ്ങനെ ഈ വചനം എല്ലാം കയറി? എനിക്ക് അറിഞ്ഞുകൂടാ എങ്ങനെ കയറി. അവരെന്നോട് പറഞ്ഞു, അച്ഛാ 10 വർഷം എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെ അടച്ചിട്ടിരുന്ന ഞങ്ങൾക്കിപ്പോൾ വീട്ടിൽ കയറാൻ സമയമില്ല എന്ന് പറയും. ഇപ്പോൾ വീട്ടിൽ കയറാൻ സമയമില്ല. രാജ്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ. സുവിശേഷം യേശുവിൻ്റെ മഹത്വത്തിനായി, ലോക സുവിശേഷ വേലയ്ക്കായി ഈ 2 മക്കളെ ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്തു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീ കാനാൻകാരി വന്നു. വായിക്കാം. യേശു അവിടെ നിന്ന് പുറപ്പെട്ട് ടൈർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലെത്തി. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. അപ്പോൾ മകളുടെ പ്രശ്നം രോഗം അല്ല, പിന്നെന്താണ്? പൈശാചിക ബാധയാണ്. ഈ കാനാൻകാരിയുടെ മകളുടെ പ്രോബ്ലം ഈ സൈറ്റാനിക് ഇൻഫെസ്റ്റേഷനാണ്, പൈശാചിക ബാധയാണ്. അപ്പോൾ ഈശോ, എന്നാൽ അവന് ഒരു വാക്ക് പോലും ഉത്തരം പറഞ്ഞു. ദിസ് ഈസ് സോ പ്രൊവോക്കേറ്റീവ് എ സൈലൻസ് ദാറ്റ് ഷീ മൈറ്റ് ഹാവ് പ്രൊവോക്ഡ് എ ലോട്ട്. പ്രകോപനപരമായ മൗനം, അതല്ലേ പറയുന്നത്? അവൻ ഒരു വാക്ക് പോലും, ഞാനൊരു കാര്യം പറയുകയാണേ, ലിസൺ. ഞാൻ പറഞ്ഞില്ലേ, ബാം പുരട്ടി പരിപാടി നടക്കത്തില്ല. ബാം പുരട്ടി, ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? അതായത് തിന്മയുണ്ടെങ്കിൽ ആ തിന്മ അനുദപിച്ച് കർത്താവിലേക്ക് കൊടുക്കാതെ ഈ ക്രൈസിസ് മാറില്ല. അപ്പോൾ അത് പറയാനാണ് അതിനെ ഞാൻ ബൈബിളിൽ നിന്ന് ഉദാഹരിക്കുകയാണ്. ഈ സ്ത്രീ വരുമ്പോൾ ഈശോ ഒരു വാക്ക് പോലും മറുപടി പറഞ്ഞില്ല. ദിസ് വാസ് സോ പ്രൊവോക്കേറ്റീവ്, ദാറ്റ് സൈലൻസ്, ദാറ്റ് ഡിസ്മിസൽ, ദാറ്റ് അവോയ്ഡിങ്. ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുകയാണ് ഈശോ. അടുത്ത വാക്യം, എന്നാൽ അവനൊരു വാക്ക് പോലും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ, ഉറക്കെ വായിക്കുക, അവനോട് അഭ്യർത്ഥിച്ചു. അതായത് ഒരു കരുണയില്ലാത്ത ശിഷ്യന്മാർക്ക് പോലും അനുകമ്പ തോന്നി. മറ്റേ അമ്മമാർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നപ്പോൾ എടുത്തോണ്ട് പൊക്കോണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ച ടീമുകളാണ് ആര്? ഈ ശിഷ്യന്മാർ. ഇവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നവരോട് പോലും സിമ്പതറ്റിക്കായിട്ട് പെരുമാറാത്ത ആളുകളാണ് ഈ ശിഷ്യന്മാർ. അവർ പോലും പറയുകയാണ്, കർത്താവേ പ്ലീസ് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാവോ എന്ന് അവർ പോലും ചോദിക്കുകയാണ്. അപ്പോൾ ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ച് അവളെ പറഞ്ഞയച്ചാലും അവൾ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നല്ലോ. യേശു മറുപടി പറഞ്ഞു. ഇനി നിങ്ങൾ മർക്കോസിലേക്ക് വാ. മർക്കോസിലെ ഭാഗം ഇനി വായിക്കാം. ഇതേ ഭാഗം അതെവിടെയാണ്? 7:24 മുതൽ. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടൈറിലേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. വായിക്കുക. ആ സ്ത്രീ വന്ന് അവൻ്റെ കാൽക്കൽ വീണു. ഉണ്ടോ? ഈ ഭാഗത്ത് പറയുന്നത് അവൾ കാലേ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തൻ്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, എത്ര നമ്മൾ ഇതിനെ ഈശോയെ രക്ഷിക്കാൻ ശ്രമിച്ചാലും, നമ്മൾ ഈശോയെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന കമൻട്രികൾ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? കർത്താവ് അതല്ല ഉദ്ദേശിച്ചത്, അതാണ്. ഇനി ഈശോയെ വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചാലും ഈശോ ഇവളെ വിളിച്ചെന്താ? പട്ടിന്നാണ്.
ഈശോ ഇവിടെ വിളിച്ചത് എന്താ? ഡോഗ് എന്നാണ്. അത് നമ്മളിനി ഈശോയെ എത്ര വൈറ്റ് വാഷ് ചെയ്താലും ഈശോ അങ്ങനെ വിളിച്ചേ. അതുകൊണ്ട് വൈറ്റ് വാഷ് ഒന്നും ചെയ്യണ്ട, കർത്താവിനോട് ചോദിച്ചാൽ മതി എന്തിനാ അങ്ങനെ പട്ടീന്ന് വിളിച്ചതെന്ന് ചോദിച്ചാൽ മതി. പട്ടീന്ന് ഡയറക്റ്റായിട്ട് വിളിച്ചില്ല, പക്ഷെ പറഞ്ഞ ഇതാണ്, മക്കളുടെ അപ്പം എടുത്ത് ഡോഗ്സിന് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. നീ ആരാ? നീ ഡോഗാന്ന് പറഞ്ഞു. ഇസ്രായേൽക്കാർ വിജാതീയരെ വിളിച്ചിരുന്ന വാക്കാണ് ഡോഗെന്ന്. ഇസ്രായേൽക്കാർ ജെൻഡൈൽസിനെ വിളിച്ചിരുന്ന പേരാണ് ഡോഗ്സ് എന്ന്. നീ ഡോഗാണ്, നിനക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യം, എന്തിനാ അങ്ങനെ പറഞ്ഞേ? അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ കാരണം, ഈ മകളുടെ പ്രശ്നം രോഗമല്ല, പിശാച് ബാധയാണ്. എപ്പോഴാണെങ്കിലും ആരിലാണെങ്കിലും പിശാച് കയറി വരുന്നതിന് ഒരു ഡോറുണ്ടാവും. നമ്മളായിട്ട് തുറന്നിട്ട ഒരു ഡോർ, അതിലൂടെയാണ് പിശാച് കയറുന്നത്. പിശാച് പുറത്തു പോകണമെങ്കിൽ ആ ഡോർ അടയ്ക്കണം. എതിലെയാണോ വെന്റിലേഷൻ, പിശാച് കയറാൻ പിശാചിൻ്റെ എൻട്രി പോയിൻ്റ് ഏതാണോ ആ വാതിൽ അടയ്ക്കാതെ ഒരിക്കലും പിശാച് പുറത്തു പോവില്ല. ഈശോ ഈ വാതിൽ അടയ്ക്കുകയാണ്. എന്തെന്നറിയാമോ? ഞാൻ വിചാരിക്കുകയാണ്, എനിക്കറിഞ്ഞൂടാ, ഞാൻ വിചാരിക്കുകയാണ് ഇവളുടെ ജീവിതത്തിൽ, ഇവളുടെ കുടുംബത്തിൽ പിശാച് കയറി വന്ന വഴിയായിരുന്നു പ്രൈഡ്, അഹങ്കാരം. ആ അഹങ്കാരത്തെയാണ് ഈശോ അടിച്ച് തകർക്കുന്നത്. ഡോഗ്സിനൊന്നും ചെയ്തു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇറ്റ് വാസ് സോ ഹ്യൂമിലിയേറ്റിംഗ്, ഇറ്റ് വാസ് സോ ഡീഗ്രേഡിങ്, ബെലിറ്റിലിംഗ് ആയിരുന്നു. അതായത് അഭിമാനമുള്ള ഒരാളാണെങ്കിൽ പോയി പണിയോക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ വേറെ വല്ല വഴിയുണ്ടോ നോക്കിയിട്ട് പോയേനെ. നിങ്ങളെന്നാലോചിച്ച് നോക്ക്, നമ്മുടെ ഇടവക വെച്ച് വികാരിച്ചം വല്ലതുമാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ പള്ളി മാത്രമല്ല സഭയും വിട്ടുപോകും, വേണമെങ്കിൽ രാജ്യവും മതവും വിട്ടുപോകും. പ്രൈഡിനെ ഈശോ തകർക്കാണ്. പ്രൈഡിനെ ഈശോ അങ്ങനെ അഭിനയിക്കുകയാണ്. ഡോഗ്സിന് തരില്ല എന്ന് പറഞ്ഞു. അവളെന്താ പറഞ്ഞെന്നറിയാമോ? അതേ കർത്താവേ, യെസ് മൈ ലോഡ്, യെസ് യെസ്. ഡോഗാണെന്ന്, ഡോഗാ, സമ്മതിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഡോഗാണ്. കാരണം ഞാൻ ഒത്തിരി അഹങ്കാരം ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാം പോയി. ഇനിയിപ്പോൾ എന്നാ വിളിച്ചാൽ എന്താ? ഇനിയിപ്പോൾ എന്ത് പേര് വിളിച്ചാൽ, പട്ടീന്ന് വിളിച്ചാൽ എന്താ, മങ്കീന്ന് വിളിച്ചാൽ എന്താ, പൂച്ചയെന്ന് വിളിച്ചാൽ എന്താ, ഐ ഡോണ്ട് കെയർ. മൈ സെൽഫ് ഹാസ് torn into pieces, it has broken into pieces. I am no more the I that I used to be. I am a changed person. You call me whatever you want. തകർത്തു. അതേ കർത്താവേ, മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. എന്താ അവൾ ചോദിക്കുന്നതെന്നറിയാമോ? എനിക്ക് അവകാശം വേണ്ട, ഔദാര്യം മതി. അവകാശം വേണ്ട, കരുണ മതി. കരുണ മതി, മേഴ്സി മതി, മേഴ്സി. ബിക്കോസ് ഐ ഡോണ്ട് ഡിസേർവ്. ഞാൻ ഒത്തിരി പാപം ചെയ്തിട്ടുള്ള ആളാണ്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഐ ഡോണ്ട് ഡിസേർവ്. ഗിവ് മീ മേഴ്സി. താഴെ വീഴുന്ന തന്നാൽ മതി എന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ഉണ്ടെങ്കിൽ അത് അനുദപിച്ച് ഏറ്റു പറഞ്ഞാലേ റെസ്റ്റോറേഷൻ നടക്കത്തുള്ളൂ. നമുക്ക് എല്ലാം തിരുത്താൻ ഇപ്പോൾ പറ്റണമെന്നില്ല. 2012 ചെയ്തൊരു കാര്യം 2025 നിന്ന് റീറൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. പറ്റുമോ? പക്ഷേ യു ഹാവ് ടു അക്നോളജ്, കർത്താവെ, ഞാൻ അന്ന് ചെയ്തത് തെറ്റാണ്, എനിക്ക് സംഭവിച്ചത് അബദ്ധമാണ്, ഞാൻ അത് ചെയ്യാൻ പാടില്ലായിരുന്നു, എനിക്ക് അറിഞ്ഞൂടാ, ഇനി അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് അറിഞ്ഞൂടാ. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതായത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, കർത്താവ് ഒരാളെ, അതാരുമാവട്ടെ, അത് മാർപ്പാപ്പയാണെങ്കിലും മെത്രാനാണെങ്കിലും അച്ഛനാണെങ്കിലും ഇനി സാക്രിസ്റ്റനാണെങ്കിലും ഇനി പള്ളിയിലെ കമ്മിറ്റി അംഗങ്ങളാണെങ്കിലും നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും, ഈശോ ഒരാളുടെയും പാപത്തെ ലൈറ്റായിട്ട് എടുക്കില്ല. നമ്മളത് അംഗീകരിക്കണം. തെറ്റ് ഈശോ ക്ഷമിക്കും, എന്ത് തെറ്റും ക്ഷമിക്കും. പക്ഷെ തെറ്റില്ലെന്ന് പറയരുത്.
എനിക്ക് പാപം ഇല്ലെന്ന് പറഞ്ഞ് ജീവിക്കരുത്. ഞാൻ ഒരു ഉദാഹരണം, നിങ്ങൾ മടുത്തോ? ഞാൻ നിങ്ങൾക്കൊരു ബ്രേക്ക് തരണം എനിക്ക്. അത് നിങ്ങൾ കുർബാനയ്ക്ക് മുമ്പ് വന്നതല്ലേ, വാഷ്റൂമിലൊക്കെ പോകണ്ടേ? പോകണമെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് അങ്ങ് പോയാൽ മതി. ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് തരാം, ഒരു 10 മിനിറ്റ്സ്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ പ്രാകരുത്. എൻ്റെ അപ്പൻ തീരെ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ എന്നെ നിങ്ങൾ പ്രാകരുത്. ഒട്ടും വയ്യ എൻ്റെ അപ്പന്. പുള്ളി ഓരോ തവണ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ എനിക്ക് ആദിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ എൻ്റെ അപ്പനെയും എൻ്റെ കുടുംബക്കാരെയും ഒന്നും പ്രാകരുത്. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിട്ട് തിരിച്ച് വന്നാൽ മതി, വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പ്രാകരുത്. ഓക്കെ. അപ്പോൾ ഒരു ഉദാഹരണം കൂടെ ഞാൻ ബൈബിളിൽ നിന്ന് കാണിക്കാം. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം എടുക്കുക. ജെനസിസ് ചാപ്റ്റർ 21. ഉൽപ്പത്തി പുസ്തകം 21-ാമത്തെ അധ്യായം. ഓക്കെ, വായിക്കാം. കർത്താവ് വാഗ്ദാനമനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ. ഇതേത് പുത്രൻ്റെ കാര്യമാണ്? ഇസ്മായേലാണോ ഇസഹാക്കാണോ? എന്നാൽ ദൈവം പറഞ്ഞത് വിശ്വസിക്കാതെ സാറാ പറഞ്ഞ വാക്ക് കേട്ടുണ്ടായതാണ് ആര്? ഇസ്മായേൽ. സാറായുടെ ബുദ്ധിയാണ് ഇസ്മായേൽ. ദൈവത്തിൻ്റെ ഇഷ്ടമല്ല, സാറായുടെ ബുദ്ധിയായിരുന്നു ഇസ്മായേൽ. അപ്പോൾ എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞ് ദൈവം പറഞ്ഞതുപോലെ കുഞ്ഞുണ്ടായി. വൃദ്ധനായ അബ്രാഹത്തിൻ്റെ ഭാര്യ സാറാ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. അടുത്ത വാക്യം. സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രാഹാം പേരിട്ടു. കുഞ്ഞ് പിറന്നിട്ട് 8-ാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹാം അവന് പരിച്ഛേദന നടത്തി. ഉറക്കെ വായിക്കുക. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിച്ചത്. സാറ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു. ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി ചിരിക്കും. എന്താ കാര്യം? അവൾ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ? എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കും. അതായത് അമ്മച്ചിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇതൊക്കെ നടക്കുമെന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു. അപ്പോൾ മാത്രമല്ല, പണ്ട് ഈ ദൂതന്മാർ വന്ന് പറഞ്ഞില്ലേ, ഈ അടുത്ത കൊല്ലം കുഞ്ഞുണ്ടാവെന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി അകത്തിരുന്നിട്ട് കോമഡി ഷോ കണ്ട പോലെ ചിരിക്കുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് സാറ പറയാണ്, ചിരിക്കാതിരിക്കാൻ വയ്യ. സാറാ ഒരു കുഞ്ഞിനെ മുലയൂട്ടുമെന്ന് വല്ലവരും കരുതിയതാണോ എന്നൊക്കെ ഓർത്ത് അവൾ ഒത്തിരി സന്തോഷിച്ചു കേട്ടോ. സന്തോഷിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. പക്ഷെ ആ സന്തോഷത്തിൻ്റെ പേര് ബാക്കിയുള്ളവരെ ദ്രോഹിക്കരുത്. സന്തോഷിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ സന്തോഷിച്ചതിൻ്റെ പേരിൽ ബാക്കിയുള്ളവരെ ദ്രോഹിക്കരുത്. അതാണ് ഇനി അമ്മച്ചി ചെയ്യാൻ പോണത്. കുഞ്ഞു വളർന്ന് മുലകൂടി മാറി. അന്ന് അബ്രാഹാം വലിയൊരു പാർട്ടി നടത്തി. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ കൂടെ കളിക്കുന്നത് സാറാ കണ്ടു. അപ്പോൾ ഇസ്മായിൽ ചെയ്ത തെറ്റ് പറ. അനിയൻ്റെ കൂടെ കളിച്ചു. കമ്പ്യൂട്ടർ ഗെയിം രണ്ടുപേരോട്ടിരുന്ന് കളിച്ചുകൊണ്ടിരുന്നതാണ് ഈവൻ ആകെ ചെയ്ത തെറ്റ്. അപ്പോൾ സാറ എന്താ കണ്ടേ? കളിക്കുന്നത് കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഈ നിമിഷം ഇറക്കി വിടാൻ പറഞ്ഞു. ഈ നിമിഷം ഇപ്പം ഇറക്കി വിട്ടോളാൻ പറഞ്ഞു. അവളുടെ മകൻ എൻ്റെ മകൻ ഇസഹാക്കിനോടൊപ്പം. അതാണ് കാര്യം. കാര്യം എന്താ? കാരണം ഇഷ്ടം പോലെ സമ്പത്തുണ്ട് അബ്രാഹത്തിന്. അത് മുഴുവൻ കൊണ്ടുവന്ന് ഇനി ഇവനൂടെ അവകാശിയാവാൻ പാടില്ല എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി. എന്നാൽ ഇനി നിങ്ങൾ വളരെ സൂക്ഷിച്ച് വായിക്കണം. നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിൻ്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറാ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ്. സാറ എന്താ പറഞ്ഞേ? അടിമപ്പെണ്ണിനെയും അവളുടെ ഭാര്യയെയും അവളുടെ മകനെയും ഇറക്കി വിടുക. ദൈവം പറഞ്ഞു അങ്ങനെ ചെയ്തോളാൻ പറഞ്ഞു. അടുത്ത വാക്യം. കുട്ടിയെക്കുറിച്ച് അടിമപ്പെണ്ണിനെക്കുറിച്ച് നീ ക്ലേശിക്കേണ്ട. സാറാ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിൻ്റെ സന്തതികൾ അറിയപ്പെടുക. അടിമപ്പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും, അവനും നിൻ്റെ മകനാണല്ലോ. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ്, വളരെ സൂക്ഷിച്ച് വായിക്കണം, അതിരാവിലെ എഴുന്നേറ്റ് കുറേ അപ്പവും ഒരു തുകൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്ന് പോയി ബർഷേബ മരുപ്രദേശത്ത്
അപ്പോൾ ഈ അടിമപ്പെണ്ണിനെയും മകനെയും എങ്ങോട്ടാ വിട്ടേ? മരുഭൂമിയിലോട്ട്. നീ അങ്ങോട്ട് പൊക്കൊള്ളാൻ പറഞ്ഞു, മരുഭൂമിയിലോട്ട് പൊക്കൊള്ളാൻ പറഞ്ഞു. ഇനി എന്ത് കൊടുത്താ വിട്ടെ? എന്തോരം അപ്പം ഉണ്ട്? കുറേ എന്ന് പറഞ്ഞാൽ അങ്ങ് കുറേ ഒരു മാസത്തേക്കുണ്ടോ? ഇല്ലെന്ന് അടുത്ത വാക്യത്തിൽ നിന്ന് മനസ്സിലാവും. അടുത്ത വാക്യം, തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള പ്രൊവിഷനെ കൊടുത്തു വിട്ടുള്ളൂ. കേൾക്കണേ, ഒരു ദിവസത്തേക്കുള്ള പ്രൊവിഷനെ കൊടുത്തു വിട്ടുള്ളൂ. തുകൽ സഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ് അവൾ കുറേ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരെ ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്ന് കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അതായത് അമ്മ, ഇനി എന്നെ ശ്രദ്ധിക്കുക, അമ്മയ്ക്ക് മനസ്സിലായി ഈ വെള്ളം തീർന്നു, അപ്പം തീർന്നു, ഇനി ഈ കുഞ്ഞ് മരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തലവര. കൊച്ചു മരിക്കുന്ന എനിക്ക് കാണാൻ വയ്യേ എന്ന് പറഞ്ഞ് ഈ അമ്മ മാറിയിരുന്ന് കരയുമ്പോൾ കുഞ്ഞുറക്കെ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. ഇങ്ങോട്ട് നോക്കിയേ, ഈ കരച്ചിൽ ദൈവം കേട്ടില്ലായിരുന്നെങ്കിൽ, ദൈവദൂതൻ വന്നില്ലായിരുന്നെങ്കിൽ ഇസ്മായിലിൻ്റെ ഗതി എന്തായേനെ? പറ, മരിച്ചേനെ. ഇത് അബ്രാഹത്തിന് അറിയാമായിരുന്നോ? അതായത് നിങ്ങൾ എന്നോട് പറയേണ്ട മറുപടി പറയേണ്ടതാ, ഇത് അബ്രാഹത്തിന് അറിയുമായിരുന്നോ? പറ. അതായത് ഒരു പാത്രം വെള്ളവും 3-4 ദോശയും കൊടുത്തു വിട്ടാൽ മരുഭൂമിയിൽ കുട്ടി സർവൈവ് ചെയ്യത്തില്ലെന്ന് അബ്രാഹത്തിന് അറിയാമായിരുന്നോ? അറിയാം. അപ്പോൾ അങ്ങനാണെങ്കിൽ ഞാൻ ഈ പറയുന്നതിന് തെറ്റുണ്ടോ എന്ന് പറയണം. തെറ്റുണ്ടേ പറയണം. ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണിനെയും ഈ കൊച്ചിനെയും കൊല്ലാൻ കൊണ്ട് കളഞ്ഞതല്ലേ അബ്രഹാം? അബ്രഹാമിൻ്റെ ഇൻഡയറക്റ്റായെങ്കിലും മനസ്സിൽ ഇവനങ്ങ് ചത്തുപോയാൽ മതിയായിരുന്നെന്ന് ചിന്തിച്ചില്ലേ? ചിന്തിച്ചോ? ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, അവനും നിൻ്റെ മകനാണല്ലോ. പക്ഷെ അബ്രാഹാം അത് ഓർത്തില്ല. അബ്രാഹാം ആരെ മാത്രമേ ഓർത്തുള്ളൂ? ഇസഹാക്കിനെ, അല്ലേ? ഇത്രയും കാര്യം വെച്ചിട്ട് 22-ാം അധ്യായം 1-ാം വാക്യം വായിക്കേ. 22:1 വായിക്കേ. പിന്നീടൊരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ അവൻ വിളി കേട്ടു, നീ സ്നേഹിക്കുന്ന നിൻ്റെ. ഇതിനകത്തൊരു കുത്ത്. ഇതൊരു കൊള്ളിച്ച് പറച്ചില്ല ആണോ? അവനും നിൻ്റെ മകനാണല്ലോ എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായത്തിൽ പറയാണ്, അബ്രാം, നീ ഒരു മകനെ സ്നേഹിച്ചിട്ടുള്ളൂ, ഒരു മകനെ സ്നേഹിക്കുന്നുള്ളൂ. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏക മകൻ ഇസഹാക്കാണ്. അവനെ കൊണ്ടുപോയി ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ എനിക്ക് ദഹനബലിയായി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയി കൊല്ലുക. എന്തിന്? നിൻ്റെ മറ്റൊരു മകനുണ്ടായിരുന്നു, ആ മകനെ നീ കൊണ്ട് കൊല്ലാൻ വിട്ടില്ലേ? ദൈവം യഥാർത്ഥത്തിൽ അബ്രാഹത്തോട് ചോദിക്കുന്നത്, നിൻ്റെ ഏക മകൻ എന്ന് പറയുന്നതിലൂടെ അബ്രാഹത്തോട് ചോദിക്കുന്നത്, നിൻ്റെ മറ്റേ മകൻ എവിടെ? അബ്രാഹം പറയും, അവൻ മരിച്ചു പോയിട്ടുണ്ടാവുമെന്ന് പറയും. നിൻ്റെ ഏക മകനാണ്, നീ ഒരു മകനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ദിവസത്തെ ഇടവേളയുണ്ട്. ഈ 3 ദിവസത്തെ ഇടവേളയിൽ മകനെയും കൊണ്ട് ബലി കഴിക്കാൻ പോകുന്നതിനിടയിലുള്ള ഈ 3 ഡേ ഇൻ്റർവെല്ലിൽ 21-ാം അധ്യായത്തിൽ ലിസൺ 21-ാം അധ്യായത്തിൽ ഹാഗാർ എന്ന അമ്മ കടന്നുപോയ എല്ലാ വേദനയിലൂടെയും അബ്രഹാം എന്ന അപ്പനെ ദൈവം കടത്തിവിട്ടു. പിടികിട്ടുന്നോ? ഹാഗാർ എന്ന അമ്മ കടന്നുപോയ എല്ലാ വേദനയിലൂടെയും അബ്രഹാം എന്ന അപ്പനെ ദൈവം കടത്തിവിട്ടു. അബ്രഹാം ആയതുകൊണ്ട് വെറുതെ വിട്ടോ? ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഓഫ് സിൻ. പാപത്തിന് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും ഒളിച്ചോട്ടമില്ല. അത് അബ്രാഹത്തിനുമില്ല, ഇസഹാക്കിനുമില്ല, യാക്കോബിനുമില്ല, പത്രോസിനുമില്ല, ഡാനിയലിനുമില്ല, നിനക്കുമില്ല. ദർ ഇസ് എ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ അത് പോയി അതില്ല എന്ന് പറയാൻ പറ്റില്ല. അനുദപിക്കണം. ലോത്തിനെ വിട്ട സമയത്ത് ഇങ്ങനെയാണോ വിട്ടേ? അല്ലല്ലോ. ലോത്തിനെ വിട്ട സമയത്ത് ഇങ്ങനെ അല്ലല്ലോ വിട്ടേ. നീ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞ് അവന് ഏറ്റവും നല്ലത് കൊടുത്തിട്ട് ഈ കൊച്ചനെ കൊല്ലാൻ വിട്ട അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, നീ വിശ്വാസികളുടെ പിതാവാവേണ്ട ആളാണ്, നീ ചെയ്ത് ശരിയായില്ല, നോക്കട്ടെ ഈസഹാക്കിനോട് നീ അങ്ങനെ ചെയ്യുമോ നോക്കട്ടെ, അല്ലെങ്കിൽ ഈ അമ്മ കടന്നുപോയ വിഷമം എന്താണെന്ന് നീ എന്നറിയും.
ഇസഹാക്കിനെ ബലി കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. ദെർ ഈസ് എ റെസ്പോൺസിബിലിറ്റി ഫ്രം വിച്ച് യു ആൻഡ് ഐ കനോട്ട് ഗോ എവേ, റൺ അവേ, ഇവൈഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അത് മർക്കോസിൽ നമ്മൾ വായിച്ച ഒരു വചനത്തിൽ നിന്നാണ്, പാപമോചനത്തിൻ്റെ അനുതാപം. ഇനി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ബാക്കി വാക്യങ്ങൾ കൂടി വായിക്കാം. മർക്കോസ് 1:5. യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. യൂദയ മുഴുവനിലെയും, മാർക്ക് 1:5. യൂദയ മുഴുവനിലെയും ജെറുസലേമിലെയും ജനങ്ങൾ അവൻ്റെ അടുത്തെത്തി. അവർ, വായിക്കാം, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച്. നിങ്ങൾ കുമ്പസാരിക്കുവാണോ? ഇപ്പോൾ കുമ്പസാരിക്കുവാണോ നിങ്ങൾ? ഉറക്കെ വായിക്കേ. അവർ പാപങ്ങൾ ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു, അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു, വെട്ടുക്കിളിയും. അപ്പോൾ ഒരു പയ്യൻ ചോദിച്ചു, അയാൾ പാൻ്റ് ഇട്ടിട്ടില്ലായിരുന്നോ? ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ ബെൽറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ, താഴോട്ടുള്ളതിൻ്റെ പറഞ്ഞിട്ടില്ലെന്ന്. അങ്ങനെയൊക്കെ വായിക്കുന്നവരുണ്ട് ഇതിനകത്തുനിന്ന്. യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ചിരുന്നു, അരയിൽ തോൽപ്പട്ട ചുറ്റിയിരുന്നു, വെട്ടുക്കിളിയും കാട്ടുതേനുമായിരുന്നു അവൻ്റെ ഭക്ഷണം. അവൻ ഇപ്രകാരം ഉദ്ഘോഷിച്ചു, എന്നെക്കാൾ ശക്തനായവൻ എൻ്റെ പിന്നാലെ വരുന്നു. കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ വള്ളികൾ അഴിക്കാൻ പോലും. അടിമകൾ ഉണ്ടായിരുന്ന കാലമാണ്. അടിമകളുടെ ഇടയിലെ ഒരു ഹൈറാർക്കിയുണ്ട്, അവിടെ ഒരു ശ്രേണിയുണ്ട്, അധികാര ശ്രേണി അടിമകളുടെ ഇടയിൽ. അതിലെ ഏറ്റവും താഴെ നിൽക്കുന്ന അടിമയുടെ തൊട്ട് മേളിലുള്ള അടിമ, സെക്കൻഡ് ലാസ്റ്റ് വൺ. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും താഴെ ഒരു അടിമകൾക്ക് ഹൈറാർക്കിയുണ്ട്. പൊസിഷൻ നമ്പർ 1, 2, 3, ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡിൽ നിൽക്കുന്ന അടിമ. അതിൻ്റെ തൊട്ട് മേളിലുള്ള സെക്കൻഡ് ലാസ്റ്റ് വൺ, അയാളുടെ ജോലിയാണ് ചെരുപ്പിൻ്റെ വള്ളി അഴിക്കുക എന്നുള്ളത്, ഷൂവിൻ്റെ ലേസ് അഴിക്കുക എന്നുള്ളത് സെക്കൻഡ് ലാസ്റ്റ് വൺ. ഇനി ഇറ്റ്സ് വെരി ക്യൂരിയസ്, ലാസ്റ്റ് വണ്ണിൻ്റെ ജോലി എന്താണെന്നറിയാമോ? ഒന്ന് ഗസ് ചെയ്യാമോ? യോഹന്നാൻ പറയുകയാണ്, ഐ ആം ദ സെക്കൻഡ് ലാസ്റ്റ് വൺ. When I consider my position in God's eyes, I am the second last one. I am the second last slave. ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന അടിമയുടെ ജോലി പറയാമോ? കാല് കഴുകുക എന്നതാണ്. Then who is the last one? ജീസസ്. മനസ്സിലായോ? ഈശോ ഏറ്റവും താഴ്ന്നവനായി. യോഹന്നാൻ പറയുകയാണ്, I am the second last one. In the gradation, in the hierarchy of slaves, I am the second last one. Jesus says, I am the last one. ഏറ്റവും താണു. ഞാൻ 3 കാര്യങ്ങൾ പറയാം, നന്നായിട്ട് ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സഹനങ്ങൾ ഒഴിവാകണമെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്താൽ മതി, പിന്നെ ഒരു സഹനം ഉണ്ടാവില്ല. 3 കാര്യങ്ങൾ. അതായത് എല്ലാ സഹനങ്ങളും നമ്മളെ തേടിയെത്തുന്നത് 3 കാര്യങ്ങൾ പഠിപ്പിക്കാനാണ്. 1 എളിമ, 1 ഹ്യൂമിലിറ്റി, 1 എളിമ, 2 ട്രസ്റ്റ് വിശ്വാസം, 3 ഹോളിനെസ് ഒബീഡിയൻസ് വിശുദ്ധി. ഹ്യൂമിലിറ്റി, ട്രസ്റ്റ് ആൻഡ് ഹോളിനെസ്. നമുക്ക് സഹനങ്ങൾ ഒഴിവാവും എപ്പോഴെന്നറിയാം? നമ്മളങ്ങ് താണാ മതി. ദൈവം നമ്മളെ താഴ്ത്താൻ നിൽക്കാതെ നമ്മളങ്ങ് താണ് നടന്നാൽ ഒരുപാട് ഇടി ഒഴിവാവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് എവ്രി സഫറിങ് ഈസ് എയിംഡ് അറ്റ് ഹംബിളിങ്. നമ്മളെ ഹംബിൾ ചെയ്യാനാണ് സഹനം. അപ്പോൾ സഹനം ഒഴിവാൻ എന്ത് ചെയ്താൽ മതി? നമ്മളങ്ങ് ഹംബിളായാൽ മതി. പള്ളിയിലൊക്കെ നമ്മൾ ഏറ്റവും ദാസൻ്റെ രൂപം സ്വീകരിച്ചാൽ മതി, താഴോട്ട് പോയാൽ മതി, വലിയ ആളുകളാണെന്ന് ഭാവിക്കാതിരുന്നാൽ മതി. 1. രണ്ടാമത്തേത് ട്രസ്റ്റ്. എല്ലാ സഹനവും നമ്മളെ പഠിപ്പിച്ചത് ദൈവത്തെ കംപ്ലീറ്റായിട്ട് ട്രസ്റ്റ്. ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ. ആ ട്രസ്റ്റിലേക്ക് നമ്മളെത്തും.
അപ്പോൾ ട്രസ്റ്റ് ഉണ്ടാക്കി എടുത്താൽ മതി. കർത്താവിനെ കൂടുതൽ 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 വിശ്വസിക്കാൻ ശ്രമിച്ചാൽ മതി. മൂന്നാമത്തേത്, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചാൽ മതി. തെറ്റ് തിരുത്താൻ ആഗ്രഹിക്കണം. തെറ്റ് തിരുത്താൻ ആഗ്രഹിച്ചൊരു ജീവിതം നയിച്ചാൽ ഒത്തിരി സഹനം ഒഴിവാവും. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ പറയുകയാണ്, I am the second last one in the gradation of the slaves. I am the second last one. ഞാൻ അവനെ കുനിഞ്ഞ് അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അടുത്ത വാക്യം, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനാകട്ടെ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക്. അതായത് ഈ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ 2 തരം ബാപ്റ്റിസത്തെക്കുറിച്ച് പറയുന്നു. ഒന്നാമത്തെ ബാപ്റ്റിസം വാട്ടർ ബാപ്റ്റിസം, രണ്ടാമത്തെ ബാപ്റ്റിസം ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഇത് രണ്ടും വേണം. മനസ്സിലായോ? വാട്ട് ഈസ് യുവർ നെയിം? ജോമിക്ക് ഇത് രണ്ടും വേണം. ബാപ്റ്റിസം വിത്ത് ദ വാട്ടർ ഡീൽസ് വിത്ത് യുവർ പാസ്റ്റ്, അല്ലേ? അത് നമ്മുടെ ജീവിതത്തിലെ അന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും കഴുകിക്കളഞ്ഞു. ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, ഇറ്റ് ഈസ് സംതിങ് റിലേറ്റഡ് ടു യുവർ ഫ്യൂച്ചർ. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ ഞാൻ പറഞ്ഞു? അതായത് ജോമിക്ക് വാട്ടർ ബാപ്റ്റിസം ഉണ്ടോ? മാമോയിസ കഴിഞ്ഞ ആളാണോ? ആണോ? അപ്പോൾ ജോമിക്ക് ഇനി വേണ്ടത് എന്താണ്? ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. ദാറ്റ് ഈസ് സംതിങ്. ബാപ്റ്റിസം ഓഫ് ദ വാട്ടർ, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുള്ള സ്നാനം, നമ്മളെ വെള്ളം ഒഴിക്കുന്ന നമുക്ക് വെളിയിലാണ്, പുറത്താണ്. പക്ഷേ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ഈസ് സംതിങ് ഇൻറ്റീരിയർ. ഒന്ന് വെള്ളമാണ്, മറ്റേത് തീയാണ്. വെള്ളം നിന്നെ കഴുകും, തീ നിന്നെ എംപവർ ചെയ്യും. ഹല്ലേലൂയ. സോ എവറി ക്രിസ്ത്യൻ നീഡ്സ് 2 baptisms. One water baptism, second baptism in the Holy Spirit. So you need to be baptized in the Holy Spirit. നിനക്ക് ആഗ്രഹമുണ്ടോ? ഞാൻ വെച്ചാൽ അത് വരും. പറഞ്ഞേ ഹല്ലേലൂയ. അഹങ്കാരമൊന്നും പറയുന്നതല്ലത്, അതങ്ങനെയാണ്. അത് വരും കേട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അനോയിൻറ്റിങ്, അത് നിങ്ങൾ ഈ ധ്യാനത്തിന് അത് ശക്തമായിട്ട് ആഗ്രഹിച്ചോണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ മെൽബണിൽ പണ്ടൊരു താമസിച്ചുള്ള ധ്യാനം നടത്തി. അതിനകത്ത് ഒന്നൊരു വല്ലതും ഉണ്ടോ ഇതിനകത്ത്? ഒന്ന് കൈവക്കിക്കേ. കുറച്ച് മുഖങ്ങളെ ഞാൻ കണ്ടു. യെസ്. അന്ന് ആ ധ്യാനത്തിൻ്റെ അവസാനം ഒരു ഡോക്ടർ ഒരു ടെസ്റ്റിമണി പറഞ്ഞായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ അത്? അതായത് ഒരു ഡോക്ടർ, ഐ ഡോണ്ട് നോ വെദർ ഹി ഈസ് ഹിയർ. അപ്പോൾ ഉണ്ടോ? ഇല്ല. ഇല്ല. ഉണ്ടോ? യു ആർ ദെയർ. പറഞ്ഞേ ഹല്ലേലൂയ. ഓക്കെ, വെരി ഗുഡ്. ഞാൻ പറഞ്ഞോട്ടെ അത്? യെസ്. അപ്പോൾ അതായത് അദ്ദേഹം ഡോക്ടറാണ്. ഈസ് എ സീനിയർ ഡോക്ടർ. അദ്ദേഹം പറഞ്ഞു, ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഈ അവരിങ്ങനെ ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഇങ്ങനെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആളുകളിങ്ങനെ സ്ലേയിങ് ആയി പോകില്ലേ, താഴെ വീണൊക്കെ പോകുന്നത്. അപ്പോൾ അത് ഇങ്ങനെ എന്തെങ്കിലും പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന വീഡിയോസ് കണ്ടിട്ടാവും. ഡോക്ടേഴ്സിനിടയിൽ അവർ ഡിസ്കസ് ചെയ്തപ്പോൾ ഇവർ ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ ഇറ്റ്സ് ഓൾ സൈക്കോളജി, ഇതെല്ലാം ഒരു സൈക്കോളജിയാണ്, മാസ് ഹിസ്റ്റീരിയയുടെ ഭാഗമാണ് ഇതെല്ലാം എന്ന്. അപ്പം അദ്ദേഹവും അങ്ങനെ തന്നെ ചിന്തിച്ചു. ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ആ ഡിസ്കഷൻ വന്നപ്പോൾ ഹീ ടു ബിലീവ്ഡ്. പക്ഷേ നമ്മൾ ആ ധ്യാനത്തിൻ്റെ അവസാനം ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ even before I go to him, he fell down and he became, he fell down, he received the slaying. അപ്പോൾ അദ്ദേഹം വന്നിട്ട് സാക്ഷ്യം പറഞ്ഞു, ഞാൻ ഇനി ചെന്നിട്ട് ഡോക്ടേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോവാണ്, ഇത് ഹിസ്റ്റീരിയ അല്ല, ദിസ് ഈസ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വി നീഡ് ബാപ്റ്റിസം, വി നീഡ് ദ ടച്ച് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ഇവിടുന്ന് ഈ മെൽബണിൽ നിന്ന് ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആഗ്രഹിക്കണം, നിങ്ങൾക്ക് കർത്താവ് എനിക്ക് ജലത്താലുള്ള സ്നാനം കിട്ടി, ഇനി എനിക്ക് പരിശുദ്ധാത്മ സ്നാനം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ ഒരു അനോയിൻറ്റിങ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം തന്നു, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം
ഏൽക്കും. ഒരാമേൻ പറ. ആമേൻ. യെസ്, ഹല്ലേലൂയ. ഞാൻ എന്തിനെന്നറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ പോകുന്ന രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ഫ്രീക്വൻ്റായിട്ട് പോകുന്ന രാജ്യം ഇപ്പോൾ ഏതാണെന്നറിയാം? അമേരിക്ക അല്ല, ഓസ്ട്രേലിയ. ഞാൻ തന്നെ ആലോചിക്കുകയാണ്, വർഷത്തിൽ എത്ര പ്രാവശ്യമാണ് ഓസ്ട്രേലിയയിൽ പോണത്. എന്തുകൊണ്ടെന്നറിയാമോ? അതെനിക്ക് പരിശുദ്ധാത്മാവ് ഒരു സ്വരം തന്നു. ആ സ്വരം അത് കേട്ടിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയിൽ വരുന്നത് ഫ്രീക്വൻ്റായിട്ട്. മനസ്സിലായോ? ആ സ്വരം എന്തെന്ന് വെച്ചാൽ, ഇവിടെ ദൈവവചനത്തോട് തുറവിയുള്ള ഒരു ജനമുണ്ട്. ആ ജനം അത് ആഗ്രഹിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് എനിക്ക് ഓസ്ട്രേലിയയിൽ വരാൻ സന്തോഷമാണ്. എനിക്ക് എന്തെങ്കിലും സമയം ഉണ്ടെങ്കിൽ ഞാൻ 2 ദിവസം 3 ദിവസം ആണെങ്കിലും ചാടി വരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെന്നറിയാം, ഇവിടെ ഒരു ജനമുണ്ട്. ആ ജനം ഒരു തുറവിയുണ്ട്. ആ ജനത്തിന് മറ്റ് പല സ്ഥലങ്ങളിലുള്ളതിനേക്കാളും ഹൃദയത്തിനൊരു തുറവിയുണ്ട്. അവർക്ക് ദൈവകാര്യങ്ങൾ പറഞ്ഞാൽ അവർ ഹൃദയം അടയ്ക്കുന്നവരല്ല. പറഞ്ഞേ ഹല്ലേലൂയ. സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻസാണ് വെൻ ഐ കം. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, എപ്പോൾ ഓസ്ട്രേലിയ ഞാൻ വരാൻ തുടങ്ങിയാലും അതിനു മുമ്പ് എനിക്ക് നല്ല സഹനം ഉണ്ടാവുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴും ഞാൻ ഓർക്കാണ്, ദൈവമേ, കഴിഞ്ഞ ഏതോ ഒരു കൽദായക്കാരുടെ പള്ളിയിൽ വെച്ചൊരു പ്രോഗ്രാം നടത്തി, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അന്ന് ഇതുപോലെ ഞാൻ പനിയായിട്ടാണ് വന്നത്, ഒട്ടും വയ്യാതാണ് വന്നത്. എപ്പോൾ വന്നാലും അതങ്ങനെയാണ്, ഭയങ്കര സ്ട്രഗിളായിരിക്കും. ബട്ട് അതിൻ്റെ റിസൾട്ട് അത് ഭയങ്കര സൂപ്പറായിരിക്കും. ഹല്ലേലൂയ. സോ ഐ ആം ടെല്ലിങ് ഓൾ ദീസ് തിങ്സ്. ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം ഇത് അവസാനിപ്പിക്കുമ്പോഴേക്കും മനോഹരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എന്തോരം നേരമായിട്ട് ഈ കൈ ഇവിടെ വെച്ചിരിക്കുന്നു. ബിക്കോസ് യു നീഡ് ഇറ്റ്. ഐ നോ യു നീഡ് ഇറ്റ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് രണ്ട് സ്നാനം ആവശ്യമുണ്ട്. എന്താണെന്ന്? ഒന്ന് വാട്ടർ ബാപ്റ്റിസം, 2 ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ടുള്ള സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകും. അടുത്ത വാക്യം, അന്നൊരിക്കൽ യേശു ഗലീലയിലെ നസറത്തിൽ നിന്ന് വന്ന് ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. ഇതിന് ദർ ഇസ് എ ജിയോഗ്രഫിക്കൽ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ലിസൺ. എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, എത്ര ഗോസ്പൽസ് ആണുള്ളത്? 4. ഇങ്ങനെ പറയാറുണ്ട്, ദ ജിയോഗ്രഫി ഓഫ് ഇസ്രയേൽ ഈസ് ദ 5th ഗോസ്പൽ എന്ന് പറയാറുണ്ട്. ദ ഇസ്രയേൽസ് ജിയോഗ്രഫി ഈസ് ദ 5th. അതായത് ജിയോഗ്രഫി പഠിച്ചാൽ തന്നെ അതൊരു സുവിശേഷ വായനയാണ്. ഈ ജോർദാനിൽ ഈശോ വന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അതിനൊത്തിരി കാരണങ്ങളുണ്ട്. ഒരു കാരണം ഞാൻ പറയാം. ജോർദാനിൽ ഈശോ വന്നതിൻ്റെ ഒരു കാരണം, ജോർദാനാണ് ഈ ജിയോഗ്രഫിക്കലി സ്പീക്കിംഗ് ആ പോർഷനാണ് ഭൂമിയുടെ ഏറ്റവും താണ സ്ഥലം. ഇനി ഇതിനേക്കാൾ താഴാൻ വയ്യ. ഈശോ ദൈവമായിരുന്ന കർത്താവ് താണ് അങ്ങേയറ്റം ജോർദാനിലെ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഈ സിംബോളിക്. കർത്താവ് പറയുകയാണ്, ഞാൻ ഏറ്റവും താഴുകയാണ്, ടു ദ ലോവസ്റ്റ് പോയിൻറ്റ്, ഏറ്റവും താഴത്തെ തട്ടിലേക്ക് ഞാൻ വരികയാണ്. എപ്പോഴും നിങ്ങൾ ഓർത്തോണം, നമ്മളെ എത്ര വലിയവരാണെങ്കിലും നമുക്കെന്ത് വേണം? താഴ്മ വേണം. ഹ്യൂമിലിറ്റി ഇല്ലെങ്കിൽ നിങ്ങളെ മനുഷ്യർ വെറുക്കും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തെ ദൈവവും വെറുക്കും, ദൈവവും വെറുക്കും, മനുഷ്യരും വെറുക്കും. പിശാചിന് വലിയ സന്തോഷമായിരിക്കും. ഹ്യൂമിലിറ്റി വേണം. അതായത് നിങ്ങൾ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിക്കണം. ഇപ്പോൾ വീട്ടിലൊക്കെ ആരെങ്കിലും വരികയാണെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിമിംഗ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പിള്ളേരെ വളർത്തിയെടുക്കരുത് നിങ്ങൾ. മനസ്സിലായോ? വരുന്ന ആളുകളോട് സംസാരിക്കാൻ പറയണം. മനസ്സിലായോ? അവരോട് അങ്ങോട്ട് കയറി മിണ്ടാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവരെന്തെങ്കിലും ചോദിച്ചാൽ പ്ലസൻ്റായിട്ട് അവരോട് മറുപടി പറയാൻ സംസാരിക്കും. നമുക്ക് ഗെറ്റ് അലോങ് ചെയ്യും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾ വളർത്തിയെടുക്കണം. മനസ്സിലായോ? അല്ലാതെ അരഗണ്ടായ കുട്ടികളെ, അതായത് എൻ്റെ സ്പേസിലേക്ക് നീ എന്തിനാണ് കയറുന്നത് എന്ന് അങ്ങനെ പറയുന്നവരെ നമ്മൾ വളർത്തിയെടുക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളരെ ഹമ്പിളായിട്ട് വളർത്തിയെടുക്കണം. ഹമ്പിളായിട്ട് ഹ്യൂമിലിറ്റി പഠിപ്പിക്കണം. ചെറിയ പ്രായം മുതൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. ചെറിയ പ്രായം മുതലേ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ സ്ഥലത്തുമുള്ള കൾച്ചർ അനുസരിച്ച് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് മാറും. വീട്ടിൽ നിങ്ങളത് കൊടുക്കണം. നമ്മളാണെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ഹ്യൂമിലിറ്റി, നമ്മളത് അഭ്യസിക്കണം. ഇപ്പോൾ ഇവിടുത്തെ റോഡുകളിൽ അധികം കുഴപ്പമില്ല. ഇന്ത്യയിലെ റോഡുകളിൽ റോഡ് റേജ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. റോഡ് റേജ് ഇവിടെയുണ്ടോ? അത് മലയാളികളാണോ കൂടുതലും? നമ്മളെന്തെന്നറിയാം, അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഹ്യൂമിലിറ്റി എക്സസൈസ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ് റോഡ്. ബി ഹമ്പിൾ.
മനസ്സിലായല്ലോ? നമ്മൾ ഈ ഒരാളെ വയലേറ്റ് ചെയ്ത് കയറുന്ന 1 മിനിറ്റ് കൊണ്ട് നമ്മളൊന്നും നേടാൻ പോണില്ല, ഒന്നും നേടാൻ പോണില്ല. തൊട്ടടുത്ത ട്രാഫിക് ബ്ലോക്കിൽ ആ 3 മിനിറ്റ് പോവുകയും ചെയ്യും. ബി ഹംബിൾ. നമ്മുടെ ഹ്യൂമിലിറ്റി നമ്മൾ തെളിയിക്കേണ്ട പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് റോഡ്. 2 പള്ളിയിൽ നമ്മൾ അരഗൻ്റ് ആവരുത്, ഹംബിൾ ആവണം. ആരെങ്കിലും പറയുന്നതിനെല്ലാം തിരിച്ച് മറുപടി പറയണമെന്നുണ്ടോ? ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ദേഷ്യപ്പെട്ട് പറഞ്ഞു, അതിനോട് തത്തുല്യമായിട്ട് പറയണമെന്നുണ്ടോ? പറഞ്ഞ ഹല്ലേലൂയ. അതായത് ദൈവം എളിമ അഭ്യസിക്കാൻ തരുന്ന അവസരങ്ങളൊന്നും കളയരുത്. ഈശോ പറയുകയാണ്, ഐ എം കമ്മിങ് ടു ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് എർത്ത്. ജോർദാനിലേക്ക് ഇറങ്ങി. അപ്പോൾ അവൻ ജോർദാനിൽ വെച്ച് യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു. വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് ആകാശം പിളരുന്നതും ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ. ഇത് പഴയ നിയമത്തിലെ 2 വാക്യങ്ങളാണ്. അതെടുത്തിട്ട് ഞാനതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പറയാം. 2 വാക്യങ്ങളാണ്. യു ആർ മൈ ബിലവഡ് സൺ, ഐ ആം വെൽ പ്ലീസ്ഡ് വിത്ത് യു. ഇത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ 2 വേഴ്സസ് ആണ്. ഒന്നാമത്തേത് സങ്കീർത്തനം 2, സാംസ് 2. അതെടുത്തേ, സങ്കീർത്തനങ്ങൾ 2, സാംസ് 2. അതിനകത്ത് ഉണ്ടോ ഇങ്ങനൊരു വാക്യം? ഉണ്ടല്ലോ അല്ലേ? ഇല്ലേ? 7 വേഴ്സ് 7, സാംസ് 2:7 വായിക്കാമോ? കർത്താവിൻ്റെ കൽപ്പന ഉറക്കെ ഞാൻ വിളംബരം ചെയ്യും, അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക്. അതായത് നമ്മൾ പഴയ നിയമത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കൊട്ടേഷൻ പുതിയ നിയമത്തിൽ എടുക്കുകയാണെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് വായിച്ച് നോക്കിയാൽ അതിൻ്റെ അർത്ഥം കിട്ടും. ഇപ്പോൾ സങ്കീർത്തനം 2:7, ഈ സങ്കീർത്തനം എന്തിനെക്കുറിച്ചുള്ളതാണ് അറിയാമോ? കർത്താവിൻ്റെ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? യേശുവിനെയാണോ? അല്ല. ഈ പഴയ നിയമത്തിൽ അഭിഷിക്തൻ എന്ന് പറഞ്ഞിരുന്നത് ആരെയാ? 3 കൂട്ടരെയാണ്. പുരോഹിതന്മാരെ അഭിഷിക്തരെന്ന് പറഞ്ഞിരുന്നു, രാജാവിനെ അഭിഷിക്തൻ എന്ന് പറഞ്ഞിരുന്നു, പ്രവാചകനെയും അഭിഷിക്തൻ എന്ന് പറഞ്ഞിരുന്നു. പഴയ നിയമത്തിൽ 3 കൂട്ടരാണ് അനോയിൻറ്റഡ്. ആരൊക്കെയാണ്? പുരോഹിതൻ, പ്രവാചകൻ, രാജാവ്. ഇവിടെ ഈ 2-ാം സങ്കീർത്തനം ആരെക്കുറിച്ചാണ്? ഞാൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, 2-ാമത്തെ വാക്യം നിങ്ങൾ കേട്ടിരിക്കുക. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, ഭരണാധിപന്മാർ കൂടി ആലോചിക്കുന്നു. ഇനി അടുത്ത വാക്യം, 8-ാമത്തെ വാക്യം, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ചുടയ്ക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ, ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ പറ, ഇത് പ്രീസ്റ്റിനെ കുറിച്ചുള്ള സങ്കീർത്തനമാണോ, പ്രോഫറ്റിനെ കുറിച്ചുള്ള സങ്കീർത്തനമാണോ, രാജാവിനെ കുറിച്ചുള്ള സങ്കീർത്തനമാണോ? ഈ വായിച്ചതിന്ന് ഓഫ് ദ കിങ്ങിനെ കുറിച്ചുള്ളതാണ്, രാജാവിനെ കുറിച്ച്. അതായത് ഒരു ഇസ്രായേലിലെ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് വായിച്ചിരുന്ന പാടിയിരുന്ന സങ്കീർത്തനമാണിത്. അപ്പോൾ ദിസ് സോങ് ഈസ് സങ് ഡ്യൂറിങ് ദ കൊറോണേഷൻ ഓഫ് എ കിങ്. ഓക്കെ, അപ്പോൾ കിങ് ചാൾസിന് ഇത് തന്നെ, ഇംഗ്ലണ്ടിലെ കിങ്ങിൻ്റെ കൊറോണേഷനും ഈ സങ്കീർത്തന വായിക്കുന്നവർ കേട്ടോ. അപ്പോൾ ദിസ് ഈസ് സങ് ഡ്യൂറിങ് ദ കൊറോണേഷൻ ഓഫ് ദ കിങ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നീ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഈശോ ആരാണെന്നാണ്. ഫ്രം ദിസ് ഓൾഡ് ടെസ്റ്റമെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് മാർക്ക് കോട്ട് ചെയ്യുന്ന ആ വാചകത്തിൽ യേശു ആരാണെന്നാണ് പറയുന്നത്? രാജാവാണെന്ന്, ദാവീദിൻ്റെ പരമ്പരയിൽ പിറന്ന രാജാവാണെന്ന്. ഇങ്ങനെയാണ് നമ്മൾ ബൈബിളിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത്. മനസ്സിലായി? രാജാവാണെന്ന്. ഇനി 2-ാമത്തേത് എന്താണ്? നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ അല്ലേ പ്രസാദിച്ചിരിക്കുന്നു. അത് വരുന്നത് യേശയ്യ 42 നിന്നാണ്. അത് നോക്കി അവിടെ അങ്ങനെ ഒരു വാക്യം ഉണ്ടോയെന്ന്. ഐസയ 42 കണ്ടുപിടിക്കുകയാണ്, എന്നോട് പറയണം. ഐസയ 42, ഐസയ 42 അവിടെ ഉണ്ടോ? ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. അതാണ് ആ വാക്യം. ബിലവഡ്, പ്രീതിപാത്രം,
ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ ഐസയ 42:1 ആണ് ആ വാക്യം. ഐസയ 42:1 അതാരെക്കുറിച്ച് പറയുന്നതാണ്? കർത്താവിൻ്റെ ഇതാരെക്കുറിച്ചുള്ളതാണ്? കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞാൽ യെശയ്യായുടെ പുസ്തകത്തിൽ ലിസൺ ദിസ് യെശയ്യായുടെ പുസ്തകത്തിൽ സഫറിങ് സെർവൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. സഹനദാസനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിക്കോ, ഐസയ 42 കർത്താവിൻ്റെ ദാസൻ 1 എന്ന് കണ്ടോ? അതിൻ്റെ ടൈറ്റിൽ കണ്ടോ? നിങ്ങൾ എന്നാ മടുത്തോ? ഒന്നും കേൾക്കുന്നില്ലല്ലോ. കണ്ടു. ഇനി ഐസയ 49 കർത്താവിൻ്റെ ദാസൻ 2 എന്ന് കണ്ടോ? ഐസയ 49 ടൈറ്റിലിൽ കണ്ടു. ഐസയ 49 കണ്ടു. ഇനി ഐസയ 50 കണ്ടോ? കർത്താവിൻ്റെ ദാസൻ 3 എന്ന് കണ്ടോ? ഇനി ഐസയ 52 കർത്താവിൻ്റെ ദാസൻ 4 എന്ന് കണ്ടോ? ഇങ്ങനെ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് പ്രോഫസി ഉണ്ട് ഐസയയിൽ. കർത്താവിൻ്റെ ദാസൻ അതാരാണ്? സഫറിങ് സെർവൻ്റാണ്. ആ സഫറിങ് ഒരു സാമ്പിൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഐസയ 52 വേഴ്സ് 5. ഐസയ 53:5 വായിച്ചേ. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. കണ്ടോ? ഇതെല്ലാം സഹനദാസനെ കുറിച്ച്, നമുക്ക് വേണ്ടി സഹിക്കുന്ന ഒരാൾ. അതാരെക്കുറിച്ചാണ്? ശരിക്കും ഈശോയെക്കുറിച്ചാണ്. അപ്പോൾ സഹനദാസനെ കുറിച്ചാണ്. അപ്പോൾ ഇനി എന്നെ നോക്കിയാൽ ലുക്ക് അറ്റ് മീ, ലിസൺ ടു മീ, സീ. നീ എൻ്റെ പ്രിയപുത്രൻ എന്നത് സങ്കീർത്തന 2 നിന്നും, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, നീ എൻ്റെ പ്രീതിപാത്രം എന്നത് സങ്കീർത്തനം 42 നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് രാജാവിനെ കുറിച്ച് പറഞ്ഞതാണ്, ഒന്ന് സഹനദാസനെ കുറിച്ച് പറഞ്ഞതാണ്. ഒന്ന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരാളെക്കുറിച്ച്, 2 ഏറ്റവും താഴെ നിൽക്കുന്ന ഒരാളെക്കുറിച്ച്. മർക്കോസ് പറയുകയാണ്, ഞാൻ ആരുടെ സുവിശേഷമാണോ നിങ്ങളോട് പ്രഘോഷിക്കാൻ പോകുന്നത്, ആ യേശു ക്രിസ്തു ഒരേ സമയത്ത് ദൈവാധിദൈവവും അതേ സമയത്ത് ഏറ്റവും താണ രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു സഹനദാസനും. ഈ കോമ്പിനേഷനാണ് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത്. ഈ കോമ്പിനേഷൻ, യു ഹാവ് ടു ബി നോബിൾ ടു ദ കോർ ആൻഡ് സോ ഡൗൺ ടു എർത്ത്. അതിന് 2 വാക്ക് പറയാം. അപ് ടു ഹെവൻ, ഡൗൺ ടു എർത്ത്. അപ് ടു ഹെവൻ്റെ ഓപ്പോസിറ്റാണ് ഡൗൺ ടു എർത്ത്. അപ് ടു ഹെവൻ, ഡൗൺ ടു എർത്ത്. അതായത് ഏറ്റവും നല്ല നോബിളായ, അത്രയും സബ്ലൈമായ ഒരാളുമായിരിക്കണം, അത്രയും ഡൗൺ ടു എർത്ത് ആയിരിക്കണം. എന്താ നമ്മൾ ഈ ഗോസ്പൽ സുവിശേഷത്തെ ആളുകൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, നമ്മൾ ഡൗൺ ടു എർത്ത് അല്ല. മനസ്സിലായല്ലോ? ഇപ്പോൾ എന്തെന്നറിയാം, ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്തെന്നറിയാം, എനിക്ക് അച്ഛനായ സമയത്ത് ഒരു ഉപദേശം കിട്ടി. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഉപദേശങ്ങളിലൊന്ന് അതാണ്. കറക്റ്റ്, എക്സാക്ട്ലി. അതായത് എനിക്ക് അത് എന്തെന്നറിയാം, ഞാൻ അച്ഛനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ പുതിയൊരു KSRTC ബസ് ഒരു പുതിയ റൂട്ടിൽ വന്നാൽ മാലയിടും, ഇങ്ങനെ വാഴയൊക്കെ വെച്ച് കിട്ടും. നിങ്ങൾ കണ്ടിട്ടില്ലേ നാട്ടിലൊക്കെ? ഒരു പുതിയ റൂട്ടിൽ ഒരു ബസ് വന്നത് എന്ന് പറഞ്ഞ പോലെയാണ് അച്ഛന്മാർ. ഈ അച്ഛനായി കഴിയുന്ന ദിവസമൊക്കെ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. പിന്നെ അടുത്ത ഹർത്താൽ വരുമ്പോൾ ആദ്യം എറിയുന്നത് ഈ വണ്ടിക്കിട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ എന്നാലും ഈ ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എല്ലാവരും ഒത്തിരി നല്ല കാര്യങ്ങളെല്ലാം പറയുന്ന ദിവസമാണ്. മനസ്സിലായോ? ഞാൻ അച്ഛനായ സമയത്ത് എനിക്ക് ആശംസ പറഞ്ഞ ആളുകൾ, ഞാൻ ബിഷപ്പാവുമെന്ന് പറഞ്ഞു, ഞാൻ മാർപ്പാപ്പയാവുമെന്ന് വരെ പറഞ്ഞു. അങ്ങനെയൊക്കെ അവർ പറഞ്ഞു കളയും. മനസ്സിലായി? അതായത് എന്തും പറയും അന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞു. അച്ഛനായത് തന്നെ വലിയ കാര്യമെന്ന് ഓർത്തിരിക്കുകയാണ് ഞാൻ. അന്നേരം അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. പക്ഷേ ആ കൂട്ടത്തിൽ വ്യത്യസ്തനായ ഒരു മനുഷ്യൻ, എൻ്റെ തന്നെ നാട്ടിൽ നിന്നുള്ള എൻ്റെ നെയ്ബറായ എൻ്റെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു അച്ഛനാണ്. ആ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, കർത്താവ് നിന്നെ ഒത്തിരി അനുഗ്രഹിക്കും, നിന്നെ കർത്താവ് ഒത്തിരി വളർത്തും, അതൊക്കെ എനിക്കറിയാം. എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുള്ളൂ, വന്ന വഴി മറക്കരുത്. കേട്ടവർക്കൊക്കെ അന്നേരം ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ തോന്നി, അയ്യോ ഇങ്ങനെയൊക്കെ പറയണമെന്ന്. പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസായ ഒരു അഡ്വൈസ് അതാണ്, വന്ന വഴി
മറക്കരുത്. നീ ആരുടെ മകനാണ്, നിൻ്റെ അപ്പൻ ആരാണ്, നിൻ്റെ അമ്മ ആരാണ്, നീ ഏത് നാട്ടിൽ ജനിച്ച ആളാണ്, നിൻ്റെ വീട് ഏതാണ്, ഇതൊന്നും ഒരിക്കലും മറക്കരുത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തെന്നറിയാം? എൻ്റെ ദൈവമേ, എനിക്കെന്നും തട്ടുകടയിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കാനും കടവരാന്തെ കിടന്നുറങ്ങാനും ഏത് സാധാരണക്കാരനോട് ഇടപഴകാനും പറ്റുന്ന എന്നെ അത്രയും, ഞാൻ ഒരിക്കലും വലിയവനാണെന്നൊരു ചിന്ത എൻ്റെ തലയിൽ പഞ്ചായത്തിൽ പോലും വരാൻ പാടില്ല. പ്രാർത്ഥന നടന്നിട്ടൊന്നുമില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഡൗൺ ടു എർത്ത്. ക്രിസ്ത്യാനി ഡൗൺ ടു എർത്ത് ആയിരിക്കണം, വിശ്വാസി ഡൗൺ ടു എർത്ത് ആയിരിക്കണം. ഈശോ അതാണ്. ഹി വാസ് ദ നോബ്ലസ്റ്റ്, ടോപ്പ് ഇൻ പൊസിഷൻ, രാജാവ്, അഭിഷിക്തൻ. ബട്ട് ഹി വാസ് സോ ഡൗൺ ടു എർത്ത്. താഴെ സഹനദാസൻ. ഈ കോമ്പിനേഷനാണ് നമുക്കിന്നില്ലാത്തത്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, എവിടെയായാലും നമ്മൾ ഒന്ന് മനുഷ്യരോട് മിണ്ടണം. എനിക്ക് കുറ്റബോധം തോന്നി കേട്ടപ്പോൾ. ഈ അച്ഛന്മാരുടെ പുത്തൻ കുർബാനയും പട്ടമൊക്കെ നടക്കുന്ന സമയമാണിത്. അപ്പം എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ചിലതൊക്കെ ഞാൻ ലൈവ് കാണും. ഇവർ കുർബാന ചൊല്ലുന്നതും പിന്നെ അവർ സംസാരിക്കുന്നതൊക്കെ ഞാൻ ലൈവ് കേൾക്കും. അപ്പോൾ ഒരു ഓർഡിനേഷൻ അതിൻ്റെ ലൈവ് ഞാൻ കേട്ടപ്പോൾ അതിനകത്ത് ഒരു ചേട്ടൻ ഈ കൊച്ചച്ഛന് ഒരു ഉപദേശം കൊടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഗിൽറ്റ് തോന്നി കേട്ടപ്പോൾ. അദ്ദേഹം പറഞ്ഞു, മോനെ, എനിക്ക് ഒരു ഉപദേശം തരാനുണ്ട് നിനക്ക്. പുള്ളി ഒരു പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹം പറയുകയാണ്, അച്ഛനോട് ഞാൻ പറയുന്നു, അച്ഛൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ, പള്ളിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങുന്ന സമയത്ത് അച്ഛൻ്റെ കണ്ണുകൾ എല്ലാവരെയും കണ്ടെന്ന് വരില്ല, പക്ഷെ എല്ലാ കണ്ണുകളും അച്ഛനെ നോക്കുന്നുണ്ട്. അച്ഛനിപ്പോൾ എല്ലാവരെയും കണ്ടെന്ന് വരില്ല, എല്ലാ കണ്ണുകളും. ഈ കൂട്ടത്തിൽ പാവപ്പെട്ടവർ, ഒരു ഗതിയില്ലാത്തവർ, ഒന്ന് അച്ഛാന്ന് വിളിക്കാൻ പോലും ചിലപ്പോൾ ഒരു സേ ഇല്ലാത്തവരൊക്കെ കാണും. അവരൊക്കെ പ്രതീക്ഷയോടെ അച്ഛനെ ഇങ്ങനെ നോക്കുന്നുണ്ടാവും. പ്രതീക്ഷയോടെ അവരെ അച്ഛനൊന്ന് നോക്കണം. അയ്യോ, എനിക്ക് ഭയങ്കര ഗിൽറ്റടിച്ചു അത് കേട്ടപ്പോൾ. എന്താണെന്നറിയാം? അച്ഛൻ അവരെ ഒന്ന് നോക്കണം, പറ്റുമെങ്കിൽ ഒന്ന് ചിരിക്കണം, അവരെ അവഗണിച്ച് കടന്നു പോകരുത്. ഞാൻ പിന്നെ മുന്നോട്ട് കണ്ടില്ല, എനിക്ക് ഭയങ്കര ഗിൽറ്റ് വന്നു. കാരണം നമുക്കൊക്കെ പറ്റുന്നൊരു കാര്യമാണത്. ചിലപ്പോൾ തിരക്കൊക്കെ ആയിരിക്കും, പെട്ടെന്നങ്ങ് പോവും. ഭയങ്കര ഗിൽറ്റ് തോന്നി. അതായത് ഡൗൺ ടു എർത്ത്. എന്ത് പാടാ! വായിക്കേ, മർക്കോസ് 1 വായിച്ചേ. ഇപ്പോൾ വായിച്ച വാക്യം. ഞാൻ നിങ്ങൾക്ക് അന്നൊരിക്കൽ യേശു ഗലീലയിലെ 11 വായിക്കും. 11 മർക്കോസ് 1:11 വായിച്ചേ. സ്വർഗത്തിൽ നിന്ന് നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരേ സമയത്ത് രാജാതിരാജാവും അതേ സമയത്ത് സഹനദാസനും. അടുത്ത വാക്യം 12. ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു. അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോടുകൂടെയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. അവനെ ആരാണ് മരുഭൂമിയിലേക്ക് നയിച്ചത്? ഏതാത്മാവാ? ദുരാത്മാവാണോ പരിശുദ്ധാത്മാവാണോ? പരിശുദ്ധാത്മാവാണ്. അവനെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു. അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു. ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു. അടുത്ത വാക്യം വായിക്കാം. യോഹന്നാൻ ബന്ധനസ്ഥനായി ആയപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അതായത് ഈശോ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ഇതൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 4 കാര്യങ്ങളുണ്ട്. 1, സമയം പൂർത്തിയായി. 2, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 3, അനുതപിക്കുക. 4, സുവിശേഷത്തിൽ വിശ്വസിക്കുക. 4 കാര്യങ്ങളൊന്ന് പറഞ്ഞ്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചു, അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഇത് 2ആയിട്ട് തിരിക്കാം. ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. 1, ദൈവം ചെയ്ത 2 കാര്യങ്ങൾ.
2, മനുഷ്യൻ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. തിങ്സ് ഗോഡ് ഹാസ് ഡൺ ഫോർ അസ്, തിങ്സ് മാൻ ഹാസ് ടു ഡു ഫോർ ഗോഡ്, അല്ലെങ്കിൽ ഡു. അതിനെ 2ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത്, ദൈവം 2 കാര്യങ്ങൾ ചെയ്തു. എന്തൊക്കെയാണ് ദൈവം 2 കാര്യം ചെയ്തത്? സമയം പൂർത്തിയാക്കി. 2, ദൈവരാജ്യം നമ്മുടെ അടുത്ത് എത്തിച്ചു. ഈ 2 കാര്യങ്ങൾ ദൈവം ചെയ്തു. അതായത് ഇതാണ് സമയം. ഇനി എന്നെ ശ്രദ്ധിക്കുക, ലിസൺ ടു മീ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ദൈവം പറയുകയാണ്. ഞാനിങ്ങനെ പതുക്കെ പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചിന്തിക്കരുത്, അലച്ചാലും ബഹളം വെച്ചാലുമേ ദൈവത്തിൻ്റെ ആത്മാവ് വരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ മിണ്ടിയില്ലേ പോലും ദൈവാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കും. എനിക്ക് ഇങ്ങനെ വിചാരിച്ചോ നിങ്ങൾ, എനിക്ക് 0% സൗണ്ട് വോയിസ്, ഞാൻ ഒന്നും മിണ്ടുന്നില്ല, വെറുതെ ഇങ്ങനെ ഞാൻ കണ്ണടച്ച് നിൽക്കുന്നേ ഉള്ളൂ. നിങ്ങളിവിടെ വന്ന് ധ്യാനം കൂടാൻ ഇരിപ്പുണ്ട്, 2 മണിക്കൂർ കഴിഞ്ഞ് പോയാലും ദൈവം പ്രവർത്തിച്ചിരിക്കും. അത് ഞാൻ വരുന്നുണ്ടല്ല, അത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ വന്നാൽ അതിന് അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കും. അപ്പം ഞാൻ കിടന്ന് അലറുക പോകുമെന്നുള്ളതല്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇന്നിപ്പോൾ ഈ വൈകുന്നേരം നിങ്ങളിവിടെ വന്നിരിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ സമയമാണിത്. ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സമയം പൂർത്തിയായി. ദിസ് ഈസ് ദ ടൈം, ദിസ് ഈസ് യുവർ നൗ. ഇപ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്ന സമയമാണ്. ഇപ്പോൾ ദൈവശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്ന സമയമാണ്. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി സാഹചര്യങ്ങളെല്ലാം ആ സമയം പൂർത്തിയാക്കി. ദൈവത്തിൻ്റെ സമയമായി, ദൈവം ഇടപെടുന്ന സമയമായി, ദൈവം ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമായി, ദൈവം ദാമ്പത്യത്തിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്ന സമയമായി, ദൈവം നമ്മുടെ കുഞ്ഞിനെ ഏറ്റെടുക്കുന്ന സമയമായി, ദൈവം നമ്മുടെ കുടുംബത്തിലെ സങ്കടങ്ങളിലേക്ക് കടന്നു വരുന്ന സമയമായി. The time is now. Time is up. The time has fulfilled. And the kingdom of God is at hand. ദൈവരാജ്യം സമീപിച്ചു. ലിസൺ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ദൈവരാജ്യം? കിങ്ഡം ഓഫ് ഗോഡ് ഈസ് നോട്ട് എ ജിയോഗ്രഫിക്കൽ എൻറ്റിറ്റി. എന്താണ് ദൈവരാജ്യം? ദൈവപ്രവൃത്തി നമ്മളിൽ തുടങ്ങുന്ന സമയത്തെ വിളിക്കുന്ന പേരാണ് ദൈവരാജ്യം. When you enter into a space where God is working, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളിൽ തുടങ്ങുന്ന നിമിഷം മുതൽ നിങ്ങൾ ദൈവരാജ്യത്തിലാണ്, ദൈവത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ്. ദൈവമാണ് ഭരിക്കുന്നത്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് റെയിൻ ഓഫ് ഗോഡ്, റൂൾ ഓഫ് ഗോഡ്. ദൈവം ഭരിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കുക. അതായത് നമ്മൾ പല ആളുകളും പറയും, പിശാച് കയറി നശിപ്പിച്ചിട്ടിരിക്കുകയാണ് എൻ്റെ കുടുംബം, എൻ്റെ ദാമ്പത്യം സാത്താൻ കയറി നശിപ്പിച്ചിട്ടിരിക്കുകയാണ്, എൻ്റെ ശുശ്രൂഷ ജീവിതത്തെ പിശാച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. പ്രിയ മകനെ, മകളെ കേട്ടോളുക. ദൈവത്തിൻ്റെ മുമ്പിൽ, സുവിശേഷത്തിൻ്റെ മുമ്പിലേക്ക് നീ വരുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ഭരണം ദൈവം ഏറ്റെടുത്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ നിങ്ങളൊന്ന് ഹൃദയം തുറന്ന് ഇതൊന്ന് വിശ്വസിക്കുക. എൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണം പിശാചിൻ്റെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നിങ്ങളൊന്ന് വിശ്വസിക്കാൻ ശ്രമിക്കുക. അതായത് എത്ര അധപതിച്ച അവസ്ഥയിലാണ് നിങ്ങളുടെ കുടുംബമെങ്കിലും നിങ്ങളിങ്ങനെ ചിന്തിക്കുക, എൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണം സാത്താൻ്റെ കയ്യിലല്ല, പിന്നെ ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണം പിശാചിൻ്റെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. ഗോഡ് ഈസ് ടേക്കിംഗ് കൺട്രോൾ. ഹീ ഈസ് ഇൻ ആക്ഷൻ. ഹീ ഈസ് റൂളിങ്. ഗോഡ്സ് കിങ്ഡം ഈസ് അറ്റ് ഹാൻഡ്. ഇത് ഈശോയിലൂടെയാണത് സംഭവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഞാൻ പറയട്ടെ, സമയമില്ലെങ്കിലും ഞാൻ പെട്ടെന്ന് പറയാം. ലിസൺ ടു മീ. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് ദൈവം ജീവിതത്തെ ക്രമീകരിക്കുമെന്നറിയാമോ? എന്തോരം ബ്യൂട്ടിഫുള്ളായിട്ടാണ്, എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവമേ, അത് പറയാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഞാനത് മാത്രം പറയാം. ബ്യൂട്ടിഫുള്ളായിട്ട് ദൈവത്തെ ഈ ജീവിതം അങ്ങ് ഏൽപ്പിച്ച് കൊടുക്കണം, ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുക്കണം. എന്നിട്ട് പറയണം, കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഞാൻ മിക്കപ്പോഴും പ്രാർത്ഥിക്കാം, ദൈവമേ, മൗണ്ട് കാർമൽ മിനിസ്ട്രികളുടെ ഡയറക്ടർ ഈശോയാണ്. ഈശോ, ഞാൻ പൊട്ടനാണ്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദൈവമേ, എനിക്കെല്ലാം പറഞ്ഞു തരണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു തരും. എന്നോടൊരിക്കൽ ഈശോ പറഞ്ഞു, മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൻ്റെ അഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. അഡ്രസ്സ് അങ്ങനെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് മാറ്റാൻ പറ്റുമോ?
അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് ഈ പാളയം കെട്ടി, വേറ്റിനാട്, ഇതൊക്കെ അതിൻ്റെ അഡ്രസ്സ്, ലെറ്റർ വരുന്ന അഡ്രസ്സ്. മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻ്റർ, പാളയം കെട്ടി. കർത്താവ് പറയുകയാണ് അതൊക്കെ മാറ്റാൻ. അതെങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റുന്നത്? പക്ഷേ ഞാനൊന്നും നോക്കിയില്ല. എന്ത് ചെയ്തു? ഞാൻ ഇങ്ങനെ ഇട്ടു, മൗണ്ട് കാർമൽ റിട്രീറ്റ് സെൻ്റർ, മലങ്കര ഹിൽസ്, വേറ്റിനാട്. ഇപ്പം അതാ അഡ്രസ്സ്. അപ്പോൾ എനിക്ക് ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു ദൈവസ്വരം എനിക്ക് കിട്ടി, ഞാനത് വിശ്വസിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു. കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇതൊരു ഹൈന്ദവ ക്ഷേത്രത്തിൻ്റെ ലൊക്കാലിറ്റി ഉണ്ട് അവിടെ, അതിൻ്റെ അഡ്രസ്സാണ് മറ്റേത് എന്ന് പറഞ്ഞാൽ ആ ഏരിയ മുഴുവൻ ഈ അഡ്രസ്സാണ്. മാത്രമല്ല അവരത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഏരിയ, ദിസ് ഏരിയ ബിലോങ്സ് ടു ദിസ് DT. കർത്താവ് പറയാണ് എനിക്ക് ആ അഡ്രസ്സ് വേണ്ട, അതിനിടെ ന്യൂ അഡ്രസ്സ്. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടു, ആ ക്ഷേത്രത്തിൻ്റെ ആളുകൾ അവരുടെ ആ DTയുടെ വലിയ ഒരു സ്റ്റാച്ചു ഇതുണ്ടാക്കി വെച്ചിട്ട്, നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി, അതെല്ലാം ഇപ്പം മാറി, ആ വഴിയിൽ അങ്ങോട്ട് വെച്ചിട്ട് അവർ പറയാണ് ഇന്ന ആളുടെ മണ്ണിലേക്ക് സ്വാഗതം. ഇത് സംഭവിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് പറഞ്ഞു ആ അഡ്രസ്സ് മാറ്റാൻ പറഞ്ഞു. ദാറ്റ്സ് നോട്ട് അവർ അഡ്രസ്, ദാറ്റ് ഇസ് നോട്ട് അവർ അഡ്രസ്, ദാറ്റ് ബിലോങ്സ് ടു സംവൺ എൽസ്. ആ അഡ്രസ്സ് പോലും നമുക്ക് വേണ്ട. ഞാൻ പറയുന്നത് നമുക്കത് ഭയങ്കരമായ, നമുക്ക് ചിലപ്പോൾ നമ്മുടെ കണ്ണ് തള്ളിപ്പോകുന്ന വിധത്തിൽ ഹീ നോസ് എവരിത്തിങ്. എന്താ സംഭവിക്കാൻ, 10 കൊല്ലം കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കാൻ പോണേ, ഹീ നോസ്. പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിൻ്റെ കയ്യിൽ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏൽപ്പിച്ചു കൊടുത്തേക്കുക. പറയണം, യേശുവേ എൻ്റെ ജീവിതത്തിൻ്റെ ഭരണാധികാരി നീയാണ്, എന്നെ നീ ഭരിക്കും, എൻ്റെ കുടുംബത്തിൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കുക. കർത്താവെ എൻ്റെ വഞ്ചിയുടെ അമരത്ത് നീ കിടന്നുറങ്ങും, എൻ്റെ വീട് നീ ഏറ്റെടുക്കുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മൾ ജീവിതം ഏറ്റെടുത്ത് നയിക്കാൻ പോകരുത്, പൊട്ടിപ്പാളീസാവും, എല്ലാം തകർന്നു പോകും. കർത്താവിൻ്റെ കയ്യിൽ എന്നും ഞാൻ നിങ്ങൾ പറയുകയാണ്, രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ചെയ്യേണ്ടത് എന്താ? മുട്ടുകുത്തിക്കണം. മുട്ടുകുത്താൻ ആരോഗ്യമുണ്ടോ? മുട്ടുകുത്തിക്കണം. മുട്ടുകുത്തി കർത്താവിൻ്റെ മുമ്പിൽ തല കുമ്പിട്ടിരുന്ന്, കർത്താവെ എൻ്റെ കുടുംബത്തെ, എൻ്റെ വീടിനെ, എൻ്റെ ദാമ്പത്യത്തെ, എൻ്റെ മക്കളെ, എനിക്ക് എല്ലാത്തിനെയും ഞാൻ ഇതാ നിൻ്റെ കാലിൽ വെക്കുന്നു. നിങ്ങളങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തേ. രാവിലെ വന്ന് ഈ തിരി കത്തിക്കുന്ന സ്ഥലമുണ്ടോ വീട്ടിൽ? തീ കത്തിക്കുന്ന അടുപ്പല്ല ഞാൻ ചോദിച്ചത്, തിരി കത്തിക്കുന്നത് ഉണ്ടോ? അപ്പോൾ രാവിലെ വന്നിട്ട് അവിടെ ഒരു തിരി കത്തിച്ച് വെച്ച് അവിടെ മുട്ടുകുത്തി നിന്ന് കർത്താവിൻ്റെ കയ്യിലോട്ട് എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് തുടങ്ങണം ജീവിതം. വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാം അവിടെ വന്ന്, കർത്താവേ എല്ലാം ഭംഗിയായിട്ട് ഇന്ന് എല്ലാം ഭംഗിയായിട്ട് നീ ശരിയാക്കി തന്നു, കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാം നീ ഹാൻഡിൽ ചെയ്തു, താങ്ക് യു വെരി മച്ച് ഏൽപ്പിച്ചു കൊടുക്കണം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പം പോവാട്ടോ എന്ന് പറയണം, പോയിട്ട് വരാം. തിരിച്ചു വരുമ്പം സേഫായിട്ട് വന്ന് കേട്ടോ എന്ന് പറയണം. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എന്തോരം ദൈവം. ഞാൻ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ഞാൻ 3 തവണ മരണത്തിൽ നിന്ന് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ 3 തവണ, 3 പ്രാവശ്യവും കൃത്യമായിട്ട് ഞാൻ മരിക്കേണ്ടതാണ്. അതുപോലെ അത്രയും മരണത്തിൻ്റെ മുമ്പേ, അതായത് അതുപോലൊരു ഫൈറ്റ് നടക്കുന്ന സമയമാണിപ്പം. ഭയങ്കര ഫൈറ്റാണ്. നിങ്ങൾ ബൈബിൾ വായിക്കരുതെന്ന് സാത്താന് ഭയങ്കര നിർബന്ധമുണ്ട്. എങ്ങനെയെങ്കിലും അത് മുടക്കാൻ വേണ്ടി അവനെല്ലാം പണിയും നോക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, വേറൊരു ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിൻ്റെ പുറകിൽ. പോട്ടെ, അതൊന്നും പറയേണ്ട കാര്യമല്ല. അപ്പോൾ എന്തായാലും ഈ കൊല്ലാൻ നോക്കും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായി. ഇപ്പോൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഓസ്ട്രേലിയ വന്നു, തിരിച്ചു പോയെങ്കിലായി. പക്ഷേ ഞാൻ പറയുന്നത്, അപ്പോൾ കർത്താവിനോട് പറയണം, പോവാ വന്നു, ഇന്ന് മരിക്കേണ്ടതായിരുന്നു, പക്ഷെ എന്നാലും നീ കാത്തു. മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. മരിച്ചാലും എങ്ങോട്ടാണ് പോണേ? ഇത്രയും സമാധാനം അല്ലേ? മരിച്ചാലും അങ്ങോട്ട് തന്നെയല്ലേ പോണേ. നമ്മൾ ഈ പന്ന ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നവരെ പ്രാർത്ഥിക്കരുത്. പന്ന ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, എന്നറിയാം. കർത്താവേ, അനേകം ആളുകൾ ദൈവമേ ആശുപത്രികളിലും രോഗക്കിടക്കുകളിലും കിടന്ന് വിഷമിച്ച് ഇന്ന്
ദൈവമേ, ജീവൻ വേർപെട്ട് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങളെ അങ്ങ് അത്ഭുതകരമായി കാത്തു പരിപാലിച്ചതിന് ഈ പ്രാർത്ഥനയിലെ ഏതാ നല്ലത്? ഈ പ്രാർത്ഥന അനുസരിച്ച് അങ്ങോട്ട് പോയവരെല്ലാം എന്തോ വലിയ മഹാദുരന്തത്തിലോട്ടും പോയി, ഇവിടെ കിടക്കുന്ന നമ്മളെല്ലാം ഭയങ്കര അത്ഭുതകരം. അതാണ് ക്രിസ്ത്യാനിയുടെ പന്നപ്രാർത്ഥന. മേലാൽ അത് പ്രാർത്ഥിച്ചേക്കരുത്. പ്രാർത്ഥിക്കേണ്ട എങ്ങനെയെന്നറിയാം? കർത്താവേ, അനേകം ആളുകൾ ഇന്ന് ലോട്ടറി അടിച്ച് മരണപ്പെട്ട് നിൻ്റെ സന്നിധിയിലേക്ക് വന്നപ്പോൾ ഈ ഗതികെട്ടവനെ ഇവിടെ നീ കിടത്തിയല്ലോ എന്നോർത്ത്, ദൈവമേ എൻ്റെ പരാതി ഞാൻ നിന്നെ അറിയിക്കുകയാണ്, എന്നെയും പെട്ടെന്ന് പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തിരിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് മരിക്കുന്നത് അല്ലേ? പണ്ട് ഞാനൊരു ചേട്ടനോട് പറഞ്ഞു, പുള്ളിക്ക് അങ്ങ് അമേരിക്ക പോകാഞ്ഞിട്ട് വയ്യ. അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കച്ചാ, ഒന്ന് കൊണ്ട് പ്രാർത്ഥിക്കുക. എപ്പോൾ പുള്ളി പോയാലും അമേരിക്കൻ ഗവൺമെൻറ് പറയും നിനക്ക് വിസ ഇല്ല, പാസ്പോർട്ടും കൊണ്ട് പൊക്കൊള്ളുക. പുള്ളി എപ്പോൾ ചെന്നാലും അവർ ഓടിച്ചു വിടും. അപ്പോൾ പിന്നെയും പോവും. എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കച്ചാ, ഒന്ന് കൈവച്ചിട്ട് ഒന്ന്. ഞാൻ പിന്നെ അവസാനം സഖിയിട്ടൊരു പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ സ്വർഗത്തിലേക്ക് ഈ തിരുവനന്തപുരത്തു നിന്നും ന്യൂയോർക്കിൽ നിന്നും ഒരേ ദൂരമാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ചേട്ടാ ഒരുപാട് കിടന്ന് വെപ്രാളപ്പെടേണ്ട അമേരിക്ക പോകാൻ വേണ്ടി. ഇവിടുന്നും അവിടുന്ന് ഒരേ ദൂരമാണ്. അമേരിക്കയിൽ ചെന്നുകൊണ്ട് 2 ദിവസം മുമ്പ് സ്വർഗത്തിൽ എത്തത്തൊന്നുമില്ല, എല്ലാം ഒരേ ദൂരം തന്നെയാണ്. പിന്നെ പുള്ളി എൻ്റെ അടുത്ത് വന്നില്ല, വേറെ ധ്യാന കേന്ദ്രത്തിൽ പോയി പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് മരിക്കുന്നതാണ് നല്ലത്, സത്യം പറഞ്ഞാൽ അല്ലേ? ഞാനൊരു ധ്യാനം നടത്താൻ പോവാം, നിങ്ങൾ വരണേ. മരണ ഒരുക്ക ധ്യാനം. അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഞാൻ അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആ ധ്യാനം, മരണ ഒരുക്ക ധ്യാനം. അതിൻ്റെ ഫസ്റ്റ് ആ ധ്യാനത്തിൻ്റെ ആദ്യത്തെ ടോക്കിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ തന്നെ ശവപ്പെട്ടി കിടക്കുന്നൊരു വീഡിയോ ആയിരിക്കും. അല്ല, ആക്ടിങ് ആണ്, ഒറിജിനലല്ല. നിങ്ങൾ സന്തോഷിക്കണ്ട, ഒറിജിനലല്ല. ഞാൻ അങ്ങനെ ശവപ്പെട്ടി കിടന്ന് ഇതെല്ലാം വെച്ച് കിടന്ന്, അപ്പോൾ എനിക്കും ഒരു ഒരുക്കമാവും. എന്താണ്, ഇങ്ങനെ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ നമ്മൾ ശവപ്പെട്ടിയിൽ ഇങ്ങനെയൊക്കെ കിടന്നിട്ട്. അപ്പോൾ മരണ ഒരുക്ക ധ്യാനം അത് കഴിയുമ്പോഴേക്കും പിന്നെ ആളുകൾക്ക് മരിക്കാൻ അങ്ങോട്ട് ഒരു കൊതി വരണം. സൂയിസൈഡ് ചെയ്യാനല്ല, അല്ലാതെ സൂയിസൈഡ് ചെയ്യാനല്ല, അതിപ്പോൾ തന്നെ ഉണ്ടല്ലോ സൂയിസൈഡ് ചെയ്യാൻ. അല്ലാതെ അയ്യോ ദൈവമേ അങ്ങ് മരിച്ചാൽ മതിയായിരുന്നു എന്നൊരു സാധനം. ഇപ്പം മരണത്തെ പേടിയല്ലേ എല്ലാവർക്കും, അല്ലേ? അതല്ലേ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു വീടും ഇന്ത്യയിൽ 3 വീടും പിന്നെ എല്ലാം മരിക്കത്തില്ലെന്ന് വിചാരിച്ചാണ് ഇതെല്ലാം. ദൈവമേ എല്ലാം ആരും കൊണ്ടുപോകുമെന്തോ. ഒരിക്കലും മരിക്കത്തില്ലെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ 9 വീടുണ്ട്, ഒരിക്കലും മരിക്കത്തില്ലെന്നാണ് വിചാരിച്ചത്. എല്ലാം നരേന്ദ്രമോദി കൊണ്ടുപോകും. അപ്പോൾ സമയം പോയി. അപ്പോൾ ഞാൻ പറയുകയാണ്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലേക്ക് ജീവിതത്തെ കൊടുക്കണം കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ചാൽ മതി, കർത്താവേ ഈശോ നീ ഭരിക്കണേ കർത്താവേ, എനിക്കൊന്നും അറിഞ്ഞൂടാ, നീ ഭരിക്കണേ, എനിക്ക് വേണ്ടതെല്ലാം നീ തരണേ കർത്താവേ, നീ എൻ്റെ എല്ലാ കാര്യവും ബ്യൂട്ടിഫുള്ളായിട്ട് നടത്തണേ, എനിക്ക് പറഞ്ഞു തരണേ, ഞാൻ വഴി മാറിപ്പോകുമ്പം എന്നെ കോളറിന് പിടിച്ച് തിരിച്ചു കൊണ്ടുവരണേ. എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണം. അപ്പോൾ അത്രയേ ഉള്ളൂ.